പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കട്ടെ. അവളുടെ പ്രാർത്ഥനയോടായിരിക്കാം. ഈ രാത്രിയിൽ ദൈവാത്മാവ് നിങ്ങളെ അറിയിപ്പാൻ ഏൽപ്പിച്ച ദൂതിലേക്ക് പ്രവേശിക്കുന്നു. വിശുദ്ധ മത്തായി സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ ഇപ്പോൾ വായിക്കുന്നതാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായം 32-33 വാക്യങ്ങൾ വായിക്കുന്നു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. അതെ, അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഒരു നിമിഷം എടുക്കണം, കിടക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ രാത്രിയുടെ നിശബ്ദതയ്ക്ക് അങ്ങ് വാഴ്ത്തുന്നു. അവിടുത്തെ അദൃശ്യ സാന്നിധ്യത്താൽ അവിടെ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഈ വായിച്ച വേദഭാഗത്തോട് ഇന്ന് രാത്രിയുടെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കാൻ പോകുകയാൽ സ്തോത്രം. കർത്താവേ, ഈ ഗ്രൗണ്ടിൽ വന്ന ദൈവമക്കളോട് മാത്രമല്ല, ഭവനാന്തർഭാഗത്തിരുന്ന്, വഴിവക്കിൽ നിന്ന്, വീട് മുറ്റത്തിരുന്ന്, ലൈവായി അകലെ ഇരുന്നൊക്കെ ആരൊക്കെ വചനം കേൾക്കുന്നോ അവരോടൊക്കെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ജനം വിടുവിക്കപ്പെടുവാൻ തടസ്സം നിൽക്കുന്ന അന്ധകാര ശക്തികളെയും നസറയനായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു. വലിയ ദൈവശക്തി ഇന്ന് രാത്രി ഇവിടെ വെളിപ്പെടണം. നമ്മുടെ കരം ഞങ്ങളെ തൊടണം, ഞങ്ങളെ ഒന്നിച്ച് അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ സന്തോഷത്തോടെ സ്തോത്രം പറയാം. നഷ്ടപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ് എന്നതായിരിക്കുമ്പോൾ, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിലെ പ്രധാന പ്രതിപാദ്യ വിഷയം യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ 25-ൽ ഒരു വാക്യം പ്രത്യക്ഷമായോ പരോക്ഷമായോ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ച് പരാമർശിക്കുന്നു. പുതിയ നിയമത്തിൽ 260 അധ്യായമുണ്ട്. 318 പ്രാവശ്യം കർത്താവായ യേശുവിൻ്റെ സെക്കൻഡ് കമ്മിങ്ങിനെ കുറിച്ച്, രണ്ടാം വരവിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നു. പഴയ നിയമത്തിൽ ഏതാണ്ട് 1845 പ്രാവശ്യം യേശു കർത്താവിൻ്റെ മടങ്ങിവരവിനെ കുറിച്ചുണ്ട്. അതായത് തൻ്റെ ഒന്നാം വരവിനെക്കുറിച്ച് എഴുതിയതിൻ്റെ ഇരട്ടിയിലധികം വാക്യങ്ങൾ കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണ്, നിങ്ങൾക്കറിയാം. 27 പുസ്തകങ്ങളിലും കർത്താവിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. 50-ലധികം പ്രാവശ്യം കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങിയിരിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. പുതിയ നിയമത്തിലെ ഏക പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം. ആ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ തൻ്റെ വാ കൊണ്ട് പറഞ്ഞു, ഇതാ ഞാൻ വേഗം വരുന്നു. യേശു വരാറായെന്ന് വിശ്വസിക്കുന്നവർ ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഈ കൺവെൻഷൻ്റെ അവസാന രാത്രിയിൽ ഒരു കാര്യം ഞാൻ പറയാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കുവാൻ പിശാച് പല പദ്ധതിയും ഇറക്കുന്നുണ്ട്. അതിലേറ്റവും വലിയ പദ്ധതിയാണ് കള്ളപ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുന്നത്. 1965 യേശു വന്നേച്ചു പോയെന്ന് പറയുന്നവരുണ്ട്. 2000 ഏപ്രിൽ 10-ാം തീയതി വരുമെന്ന് പറഞ്ഞവരുണ്ട്. 2013 ഏപ്രിൽ 28-ാം തീയതി വരുമെന്ന് പറഞ്ഞവരുണ്ട്. ഇതൊന്നും വേദപുസ്തക പ്രവചനമല്ലാത്തതുകൊണ്ട് നിവർത്തിച്ചില്ല. ഇങ്ങനെ കള്ളപ്രവാചകന്മാരെ എഴുന്നേൽപ്പിച്ച് ക്രിസ്തു വന്നെന്നും വന്നേച്ചു പോയെന്നും ഒക്കെ പറയുന്നത് യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് ഒരിക്കലും സംഭവിക്കില്ല എന്ന് വരുത്തി തീർക്കാനും ആ മടങ്ങിവരവിൻ്റെ വിശ്വാസം ഇല്ലാതാക്കുവാനുമാണ്. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങൾ നെടുങ്ങാടപ്പള്ളിക്കാരോട് പറയാം, പിശാച് എന്തെല്ലാം പദ്ധതി ഇറക്കിയിട്ടും യേശു കർത്താവിൻ്റെ മടങ്ങിവരവ് കാത്തിരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അവരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആയിരങ്ങളോട് വിളിച്ചു പറയുന്ന രാത്രി ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയാം, പിശാചിൻ്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. വിശ്വസിക്കുന്നവർ കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട്, വായൊന്ന് തുറന്നാട്ട്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ദുഷ്ടപിശാചിനെ നോക്കി പറ, ദുഷ്ടപിശാചേ, എന്നെക്കുറിച്ചുള്ള, എൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള, എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള, എൻ്റെ സഭയെക്കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എൻ്റെ ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും. കരമടിച്ച് വാ തുറന്ന് ശക്തിയോടെ അന്യഭാഷയിൽ ദൈവത്തെ ശ്രദ്ധിച്ചുകൊണ്ട് പറ, യേശുവിൻ്റെ നാമത്തിൽ പറ. ആകുല ചിന്തയെല്ലാം മാറ്റി പറ, പിശാചേ, ഓ ക്ഷമ റിയ, നിന്റെ പദ്ധതികൾ പരാജയപ്പെടും. എന്റെ ദൈവത്തിന്റെ പദ്ധതി നിവർത്തിക്കും. ശക്തിയോടെ കൈയടിച്ചേ കുഞ്ഞെ, വാ തുറന്നേ, ആത്മനിറവിൽ അന്യഭാഷയിൽ ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, പിശാചേ, നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും.
യേശു കർത്താവിൻ്റെ മടങ്ങിയവന് മുമ്പ് ഭൂമിയിൽ നടക്കേണ്ട 96ഓളം ഇൻസിഡൻസ്, അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആരംഭത്തിൽ പറയാൻ വിട്ടുപോയൊരു കാര്യം ഞാൻ ആവർത്തിക്കുന്നു. ഇന്ന് രാത്രിയിലത്തെ എൻ്റെ പ്രഭാഷണം ഈ ഗ്രൗണ്ടിൽ വന്നിരിക്കുന്ന ദൈവമക്കളെ മാത്രം ഉദ്ദേശിച്ചല്ല, പുറത്ത് നമ്മളെ കേൾക്കുന്നവരെ കൂടെ ഉദ്ദേശിച്ചാണ്. എത്ര പേര് കേൾക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. അവർക്ക് കൂടെ ഗ്രഹിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രസംഗിക്കാൻ പോകുന്നത്. ഞാൻ സാധാരണ പറയാറുണ്ട്, വീട്ടുകാരോടൊരു കാര്യം പറയാൻ വീടിൻ്റെ മുറ്റത്തിറങ്ങി നിൽക്കേണ്ട ആവശ്യമില്ല, മൈക്ക് വെച്ച് കെട്ടേണ്ട കാര്യമില്ല. മൈക്ക് വെച്ച് കെട്ടുന്നെങ്കിൽ, വീടിൻ്റെ മുറ്റത്ത് ഇറങ്ങി നിൽക്കുന്നെങ്കിൽ അത് നാട്ടുകാരോട് പറയാനാണ്. സുവിശേഷ യോഗം നാട്ടുകാരോട് പറയാനാണ്. അതിനാ മൈക്ക് വെച്ച് കെട്ടി ഇവിടെ നിൽക്കുന്നത്. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്ന് വീട്ടുകാരോട് പറയേണ്ടത് നാട്ടുകാരോടും, നാട്ടുകാരോട് പറയേണ്ടതും വീട്ടുകാരോടും പറയുകയാണ്. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ അല്പം പ്രയാസം തോന്നും. പക്ഷെ നമ്മൾ ഒന്നിച്ചിന്ന് രാത്രി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനോട് ഉയർത്താൻ പോവാം. പ്രത്യാശയുള്ള സകല ദൈവമക്കളെ കൈയൊന്ന് ഉയർത്തിയാണ്ടി സ്തോത്രം പറഞ്ഞാൽ ഈ രാത്രി ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കളെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി മുമ്പ് ഭൂമിയിൽ സംഭവിക്കേണ്ട 96ഓളം അടയാളങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 96 അടയാളങ്ങളെ ബൈബിൾ 4ആയി തിരിക്കുന്നു. 1 പ്രാവഞ്ചിക ലക്ഷണങ്ങൾ, 2 ജാതീയ ലക്ഷണങ്ങൾ, 3 യഹൂദിയ ലക്ഷണങ്ങൾ, 4 മാർഗീയ ലക്ഷണങ്ങൾ, അഥവാ ദൈവസഭയെ സംബന്ധിച്ചുള്ളത്. ഒന്നുകൂടെ ആവർത്തിക്കാം. പ്രാവഞ്ചിക ലക്ഷണങ്ങൾ, ജാതീയ ലക്ഷണങ്ങൾ, യഹൂദിയ ലക്ഷണങ്ങൾ, മാർഗീയ ലക്ഷണങ്ങൾ. അതായത് യേശു കർത്താവിൻ്റെ മടങ്ങി വരവെടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ജാതീയ മണ്ഡലത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും? യഹൂദ ജാതിയുടെ അവസ്ഥ എന്തായിരിക്കും? ക്രിസ്തീയ സഭയുടെ അവസ്ഥ എന്തായിരിക്കും? ഇത് 4 ഒന്നിച്ച് പഠിച്ചാൽ നമ്മുടെ കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുകയാണ്. ഒരു കാര്യം ഞാൻ പറയാം, കാലഘട്ടം മാറുന്നതനുസരിച്ച് മാറ്റിയെഴുതുന്നതല്ല നമ്മുടെ ഇരിക്കുന്ന വിശുദ്ധ ബൈബിൾ. പിന്നെയോ ബൈബിളിനനുസരിച്ച് കാലഘട്ടം മാറി മറിഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. വർത്തമാനപത്രവും ടി വിയും ഇന്നലെ എന്ത് നടന്നെന്ന് ഇന്ന് നിങ്ങളോട് പറയുന്നു, ഇല്ല രാവിലെ നടന്നത് വൈകിട്ട് പറയുന്നു. ലൈവ് ടെലികാസ്റ്റ് ഉള്ളതുകൊണ്ട് ഇപ്പോൾ സംഭവിക്കുന്നു, ഇപ്പോൾ പറഞ്ഞത് വരാം. എന്നാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് പറയാൻ പത്രത്തിന് കഴിയില്ല, ടി വിക്ക് കഴിയത്തില്ല. നാളെ എന്ത് സംഭവിക്കുമെന്ന് ഇന്നേ നമ്മോട് പറയുന്നൊരു പുസ്തകമുണ്ട്. അതത്രേ വിശുദ്ധ വേദപുസ്തകം. ഈ തിരുവെഴുത്തിനായി ഒരിക്കൽ കൂടെ കൈ ഉയർത്തിയ ശക്തിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങളിവിടെ പറയാൻ പോകുന്നത് കഴിഞ്ഞ ആഴ്ചയിലോ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ വർഷമോ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതല്ല, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതി വെച്ച കാര്യമാണ്. അപ്പോൾ ഞാൻ പറയുകയുണ്ടായി, കർത്താവായ യേശുവിൻ്റെ വരവിന് മുമ്പ് സംഭവിക്കേണ്ട അടയാളങ്ങൾ 96ഓളം ബൈബിളിലുണ്ടെന്നും അവയെ 4ആയി തിരിച്ചെന്നും അവയെ പ്രാപഞ്ചിക ലക്ഷണമെന്നും ജാതീയ ലക്ഷണമെന്നും യഹൂദ ലക്ഷണമെന്നും മാർഗീയ ലക്ഷണമെന്നും തിരിച്ചെന്ന് ഞാൻ പറഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന അത് 4 രാത്രി കൊണ്ട് പഠിക്കേണ്ടതാണ്. ഒരൊറ്റ ലക്ഷണം. ആരാ ഒന്ന് വായിച്ചോ സിസ്റ്ററെ? ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ. അത്തിയെ നോക്കി വായിച്ചാട്ട്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പ് ഇളതായി ഇല തളിർക്കുമ്പോൾ വേനൽ അടുത്തുവെന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നുവെന്ന് അറിയുന്നു. ഇന്ന് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് യഹൂദിയ ലക്ഷണമാണ്. യേശു ക്രിസ്തുവിന്റെ വരവെടുക്കുമ്പോൾ യഹൂദ ജാതിക്ക് വരുന്ന മാറ്റത്തെക്കുറിച്ചാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ എത്രയോ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. അത്തി യഹൂദന്റെ രാഷ്ട്രീയ സിംബലാണ്. യഹൂദൻ ലോകത്തിൻ്റെ ഒരു വിസ്മയമാണ്, അവനൊരു അതിശയമാണ്. ലോകത്തിൻ്റെ ദിശായന്ത്രമാണ് യഹൂദൻ എന്ന് പറയാം, ഇസ്രായേൽ എന്ന് പറയാം. ഈ കേരളത്തിനേക്കാൾ ഇച്ചിരി കൂടെ വലിപ്പം കാണുവാൻ അപ്പുറമില്ല. ആ ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂലോകത്തിൻ്റെ മധ്യഭാഗത്തുള്ളൊരു കൊച്ചു രാജ്യം. ലോകത്തിന് വിസ്മയമാണത്, അതിശയമാണവർ, പേടിസ്വപ്നമാണവർ. ഒരു രാജാവ് അവരെ അടിച്ചോടിക്കുന്നു, മറ്റൊരു രാജാവ് അവരെ കൂട്ടിച്ചേർക്കുന്നു. ഒരു രാജാവ് അവരുടെ ദേവാലയം ഇടിച്ചു നിരത്തുന്നു, മറ്റൊരാൾ പണിത് കൊടുക്കുന്നു. ലോകത്തിന് ഭയങ്കര അത്ഭുതമാണവർ. ലോകത്തിൻ്റെ ദിശായ നോക്കി യന്ത്രമാണെന്ന് പറയാം. വിശുദ്ധ ബൈബിൾ സത്യമാണ് എന്നതിന് ഒറ്റ വാക്കിൽ മറുപടി പറയുവാൻ ഇംഗ്ലണ്ടിലെ ഒരു രാജ്ഞി ആവശ്യപ്പെട്ടപ്പോൾ ഒരു ദൈവദാസൻ കൊടുത്ത മറുപടി ഇസ്രായേൽ എന്നായിരുന്നു. ഒരു വ്യക്തിയുടെ പേര്, ഒരു സമൂഹത്തിൻ്റെ പേര്, ഒരു ജാതിയുടെ പേര്, ഒരു രാജ്യത്തിൻ്റെ പേരെല്ലാം വരുന്നത് അതിശയമായൊരു പേരാണ്. ഇസ്രായേലിനെ കുറിച്ച് പഠിച്ചാൽ അവർ വിസ്മയമാണെന്ന് ഞാൻ പറഞ്ഞു. അവരുടെ ഒന്നാമത്തെ നേതാവായ
മോശ കണ്ട മുൾപ്പടർപ്പ് പോലെയാണ് അവരുടെ ജീവിതം. എന്താണ് മോശ കണ്ടത്? മുൾപ്പടർപ്പ് തീ പിടിച്ച് കത്തുന്നുണ്ട്, പക്ഷെ അത് വെന്തുപോകുന്നില്ല. ഇസ്രായേലിനെ കുറിച്ച് മാത്രമല്ല, ആത്മീയ ഇസ്രായേലാകുന്ന ദൈവസഭയെ, ദൈവ പൈതലേ, നിന്നെക്കുറിച്ചുമുള്ള പ്രവചനമാ. തീ പിടിക്കുന്നുണ്ട്, പക്ഷെ വെന്തുപോകുന്നില്ല. ഓ ഡീബാ റുഗുനിയ, തീ പിടിച്ച് കത്തുന്നുണ്ട്, പക്ഷെ വെന്തുപോകുന്നില്ല. ദൈവത്തിൻ്റെ അഭിഷക്ത നിന്നെ ഒരു പിടി ചാരമാക്കി മാറ്റുവാൻ കഷ്ടതയുടെ തീയ്, അപമാനത്തിൻ്റെ തീയ്, ആക്ഷേപത്തിൻ്റെ തീയ്, ഇല്ലായ്മയുടെ തീ ആളി കത്തിയിട്ടും നീയും നിന്റെ കുഞ്ഞുങ്ങളും വെന്തുപോകാത്ത കൃപയോർത്ത് ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. വായം തുറന്ന ശക്തിയോടെ കരമടിച്ചേ. അന്യഭാഷ ദൈവത്തെ സ്തുതിച്ച് ആരുടെ മൗനമായിരിക്കരുത്. ഒരു പ്രസംഗം കേൾക്കാനല്ല, വിടുതൽ അനുഭവിപ്പാനിരുന്നോണം. ദൈവശബ്ദം കേൾപ്പാനിരിക്കണം. ശക്തിയോടെ എല്ലാവരും കരമടിച്ചാട്ട് ഈ രാത്രി പറ, പിശാചികൾക്ക് പറ, തീ പിടിക്കുന്നുണ്ട്, പക്ഷെ വെന്തുപോകുന്നില്ല. വെന്തുപോകുന്നില്ല. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞു, ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ്, ഞാൻ പലർക്കും ഒരു അതിശയമാണ്. ഇസ്രായേൽ പലർക്കും ഒരു അതിശയം, അല്ലെങ്കിൽ വരാൻ പോവാ ആണെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട നീ പലർക്കും ഒരു അത്ഭുതമാണ്, നീ പലർക്കും ഒരു അതിശയമാണ്. ഞാനിവിടെ ഏത് പ്രസംഗ സ്റ്റേജിൽ കയറിയാലും എൻ്റെ പ്രത്യേകതയെ പരിശുദ്ധാത്മാവ് തരുന്നതേ ഞാൻ പറയുള്ളൂ. പരിശുദ്ധാത്മാവ് പറയും, നീ പലർക്കും ഒരു അത്ഭുതമാണ്. ജീവിക്കുന്ന ദൈവവേദനയെ നീ പലർക്കും ഒരു അത്ഭുതമാണ്. നീ വൈദ്യശാസ്ത്രത്തിന് അത്ഭുതമാണ്, നീ ഡോക്ടർമാർക്ക് അത്ഭുതമാണ്, നീ മന്ത്രവാദിക്ക് അത്ഭുതമാണ്, നീ ആഭിചാരകൻ അത്ഭുതമാണ്, നീ ശുദ്രക്കാരൻ അത്ഭുതമാണ്. കൈയടിച്ച് സ്തോത്രം പറഞ്ഞുകൊണ്ട് പറ, ഞാൻ പലർക്കും ഒരു അത്ഭുതമാണ്. നിനക്ക് ഹാർട്ട് അറ്റാക്ക് വന്നപ്പോൾ പിശാചി വിചാരിച്ചു നിന്റെ ഇടപാട് തീർന്നു. നിനക്ക് കൊറോണ വന്നപ്പോൾ പിശാചി വിചാരിച്ചു നിന്റെ ഇടപാട് തീർന്നു. ഓ ഷബ റുഖുനിയ, നീ തലകറങ്ങി താഴെ വീണപ്പോൾ പിശാചി വിചാരിച്ചു നിന്റെ ഇടപാട് തീർന്നു. എന്നാൽ ഹല്ലേലൂയ, നിന്റെ തൊണ്ടയടച്ചപ്പോൾ തീർന്നു, നിന്റെ പ്രസംഗം തീർന്നെന്ന്. എന്നാൽ നീ പലർക്കും ഒരു അത്ഭുതമാണ്. കരമടിച്ച് സ്തോത്രം പറഞ്ഞിട്ട് പറ, നിന്റെ അയൽക്കാർക്ക് നീ ഒരു അത്ഭുതമാണ്, ഡോക്ടർമാർക്ക് നീ ഒരു അത്ഭുതമാണ്, ദേശത്ത് നീ ഒരു അത്ഭുതമാണ്. ശക്തിയോടെ കരമടിച്ചോണ്ട് പറ, ദൈവദാസ നീ ഒരു അത്ഭുതമാ, വൈദ്യശാസ്ത്രം നീ ഒരു അത്ഭുതമാ. നിങ്ങൾക്ക് എങ്ങനെയെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഭീമോനച്ചൻ എന്ന ഞാനൊരു അത്ഭുതമാ. നിങ്ങളെല്ലാം അറിഞ്ഞതുപോലെ 2021 ജനുവരി മാസം 21-ാം തീയതി എൻ്റെ ഹൃദയസ്പന്ദനം നിലച്ചെന്ന് ഡോക്ടർ ചിന്തിച്ചതാണ്. കാർഡിയാക് അറസ്റ്റിലൂടെ ഞാൻ മാറ്റപ്പെട്ടും എന്ന് ഡോക്ടർ ചിന്തിച്ച് ഏകദേശമായതാ, ധാരണയെത്തതാ. പക്ഷേ ലോകം മുഴുവൻ ദൈവമക്കൾ കരഞ്ഞു. പൗലോസ് പറഞ്ഞ പോലെ നിങ്ങളും എൻ്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥനയ്ക്ക് തുണ നിന്നു. ഇന്നെത്ര തീയതി? നവംബർ മാസം 9-ാം തീയതി 2020. ഞാൻ പല വേദി പ്രസംഗിക്കാൻ നിന്നതല്ല, പക്ഷേ ആർക്കു വേണ്ടി ഇത് റിപ്പീറ്റ് ചെയ്യുക. 2025 നവംബർ മാസം 9-ാം തീയതി തമ്പുരാൻ്റെ പ്രോഗ്രാം ഡയറിയിൽ കുറിച്ച് വെച്ചിരുന്നു. ഭീമോനച്ച 2025 നവംബർ മാസം 9-ാം തീയതി ഈ ഹോളിൻ്റെ മുറ്റത്ത് നിന്ന് നിൽക്കേണ്ടതാണെന്ന്. അങ്ങനെ എത്ര രാജ്യങ്ങൾ, അതിനുശേഷം എത്ര രാജ്യങ്ങൾ, എത്ര പട്ടണങ്ങൾ, എത്ര ആയിരം ജനത്തോട് ഞാൻ യേശുവിനെ പ്രസംഗിച്ചു. നാളെയും മറ്റന്നാളും ഈ ആഴ്ച തന്നെ ഞാൻ 4 കല്യാണം നടത്തണം. ഇന്നലെ രാവിലെ ഉണ്ടായിരുന്നു, ഇത് മാസം വന്നില്ല, മാസികമുണ്ട്, EDCക്കിലെ തന്നെ ആയിരുന്നു. ഈ മാസവും പിന്നെ ജനുവരി മാസമൊക്കെ എത്ര കല്യാണം നടത്തണം. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായോ? തമ്പുരാൻ്റെ പ്രോഗ്രാമിൽ എഴുതി വെച്ചു. കാർഡിയാക് അറസ്റ്റ് വന്നപ്പോഴും ഞാൻ നിന്നോട് ഒന്നുകൂടെ പറയാം, ദൈവത്തിൻ്റെ പദ്ധതി വിജയിക്കും, പിശാചിൻ്റെ പദ്ധതി പരാജയപ്പെടും. ശക്തിയോടെ കരമടിച്ചോ കുഞ്ഞെ, നിന്നോടാ ദൂത് പറയുന്നത്. യേശുവിൻ്റെ നാമത്തിൽ പറ, ദുഷ്ട പിശാചേ നിന്റെ പദ്ധതിയൊക്കെ പരാജയപ്പെടും, ദൈവത്തിൻ്റെ പദ്ധതി നിവർത്തിക്കപ്പെടും. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന് നിന്നെക്കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ ക്യാൻസർ നിന്നെ കൊല്ലാൻ കഴിയില്ല, ഹാർട്ട് അറ്റാക്കിന് നിന്നെ കൊല്ലാൻ കഴിയില്ല, കൊറോണയ്ക്ക് നിന്നെ കൊണ്ടുപോകാൻ കഴിയില്ല. ഹല്ലേലൂയ! ശക്തിയോടെ സ്തോത്രം പറയൂ. ഒരു നാളെ ഇങ്ങനെ വന്നിരിക്കുമെന്ന് വിചാരിച്ചാണോ? അതാ ദൈവത്തിൻ്റെ പദ്ധതി നിറവേറും, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറും, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറും. കൈ ഉയർത്തി പറ, ദൈവത്തിൻ്റെ പദ്ധതി നിറവേറും. സ്തോത്രം. അപ്പം ഈ യഹൂദജാതിയെ സംബന്ധിച്ച് അവരുടെ നേതാവ് കണ്ടതുപോലെ തീ കത്തുന്നുണ്ടെങ്കിലും വെന്തു പോകുന്നില്ല. ഒരത്ഭുതമാണവർ, അതിശയമാണ്. ഭൂലോകത്തിൻ്റെ ചെറിയ മധ്യഭാഗത്തുള്ള കൊച്ചു രാജ്യം, ഒരു 24 മണിക്കൂർ വേണ്ട മൊത്തം അവിടെ പോയി വരാൻ. ഞാൻ ആ രാജ്യത്തൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പോയിട്ടാണ് ഉണ്ടായിരിക്കാം. അതുകൊണ്ട് ആ സഞ്ചരിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ ഈച്ചാൻ ഒരു കോർണർ അറിയാം. ഇവർ പഠിച്ചത് മാത്രമല്ല ഇവിടെ കൂടെ യാത്രയുണ്ട്. പിന്നെ സാഹചര്യവശ സമയമുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പറയാം. എന്തുകൊണ്ട് അവർ വിസ്മയമായിരിക്കുന്നു.
എന്തുകൊണ്ട് അവർ അതിശയമായിരിക്കുന്നു? അതിന് കാരണമുണ്ട്. ഇവിടെ ആരെങ്കിലും ഞാൻ കൂടെ കൂടെ ഇസ്രായേൽ യഹൂദൻ എന്നൊക്കെ പറയുമ്പം, ഞാൻ പാസ്റ്ററോട് ചോദിച്ചു അങ്ങനെ ആരും ഉണ്ടോ എന്ന്, പറയുമ്പം നിങ്ങളാരും ഞങ്ങളുടെ നേരെ ദേഷ്യപ്പെടുകയൊന്നും ചെയ്യാതെ, ഇസ്രായേൽക്കാർ ഞങ്ങളുടെ അമ്മാച്ചനും അനന്തരവനൊന്നുമല്ല, ചിറ്റപ്പനും അല്ല, കൊച്ചപ്പനുമല്ല. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ ക്രൂശിച്ചവരാ, മശിഹ വന്നില്ലെന്ന് പറയുന്നവരാ, ദൈവസഭയ്ക്ക് ഏറ്റവും ദ്രോഹം ചെയ്ത ജാതിയാണ് അവർ. ഇപ്പോഴും മശിഹായിൽ അവർ വിശ്വസിക്കുന്നില്ല. വരുമെന്നൊരു പ്രതീക്ഷയേ ഉള്ളൂ, വന്നെന്നവർ വിശ്വസിക്കുന്നില്ല. അവർ യേശുവിനെ ക്രൂശിച്ചെന്നും വിശ്വസിക്കുന്നില്ല. പിന്നെ എന്തിനാ ഞങ്ങൾ ഇന്ന് രാത്രി അവരെക്കുറിച്ച് പറയുന്നതെന്നറിയാമോ? അവരെക്കുറിച്ച് ഈ പുസ്തകം പറഞ്ഞതൊക്കെ നിവർത്തിച്ചെങ്കിൽ ഞങ്ങളെക്കുറിച്ച് ഈ പുസ്തകം പറഞ്ഞ് നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ഓ, ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, അവരെക്കുറിച്ചുള്ള പ്രവചനം നിവർത്തിക്കപ്പെട്ടെങ്കിൽ നമ്മളെക്കുറിച്ചുള്ള നിവർത്തിക്കും. ഒന്നുകൂടെ ഒന്ന് കൈയടിച്ചേ, ശക്തിയോടെ പറഞ്ഞേ, സ്തോത്രം പറഞ്ഞേ. അത് തെളിയിക്കാൻ വേണ്ടി അവിടെ ചില കാര്യങ്ങൾ പറയുന്നേ ഉള്ളൂ. എന്തുകൊണ്ട് അവരെ നശിപ്പിക്കാൻ കഴിയുന്നില്ല, തോൽപ്പിക്കാൻ കഴിയുന്നില്ല? ലോകം മുഴുവൻ ഒന്നിച്ചു നിന്നും എന്തുകൊണ്ട് തകർക്കാൻ കഴിയുന്നില്ല? അതിന് പ്രധാന കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു. റോമാലേഖനം 9:17 എൻ്റെ ശക്തിയും എൻ്റെ മഹത്വവും കാണിപ്പാൻ ഞാൻ ഫറവോനെ നിർത്തി എന്ന് പറഞ്ഞ പോലെ ദൈവത്തിൻ്റെ ശക്തിയും, റോമർ 9:17 വീട്ടിൽ പോയി വായിച്ചോ, ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും കാണിപ്പാൻ ദൈവം അവരെ നിർത്തിയിരിക്കുകയാണ്. അത് മാത്രമല്ല, അവരെ തകർക്കാൻ കഴിയാത്തതിൻ്റെ കാരണം, എന്നെ നോക്കിയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഒന്ന്, അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആവർത്തന പുസ്തകം 7:6 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. ഒന്ന്, അവർ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ അവർ വിശേഷതയുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരിൽ നിവർത്തിക്കുന്നത് ദൈവഹിതമാണ്. അവരെ തകർക്കുവാൻ ഒരു ശക്തിയും കഴിയില്ല. ഞാനിത് പറയുമ്പോൾ, ഇത് ആത്മീയ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ, ഇരിക്കുന്ന ദൈവജനം ആത്മീയ ഇസ്രായേലാണ്. അവർ അക്ഷീയ ഇസ്രായേലിനെ കുറിച്ച് പറയുമ്പോൾ, യേശുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച ദൈവസഭ ആത്മീയ ഇസ്രായേലാണ്. ഈ രാത്രി നിങ്ങളോട് ഞാൻ പറയാം, നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. നിങ്ങൾ സ്തോത്രമൊന്നും കിട്ടില്ല. അപ്പച്ചനെ പോലെ തൻ്റെ ഇടത്തോട് സ്തോത്രം പറ. കൈയൊന്ന് ഉയർത്തിപ്പിടിച്ചേ, എല്ലാവരും കരമൊന്ന് ഉയർത്തിപ്പിടിച്ചേ, ഒന്നിച്ചൊന്ന് പറഞ്ഞേ, പിശാചി കേൾക്കെന്ന് പറഞ്ഞേ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാ. തൻ്റെ ഇടത്തോട് പറ, ഞാൻ ദൈവമക്കളെ, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്. എന്നിൽ ഞാൻ വിശേഷതയുള്ളവനാണ്. പറഞ്ഞാട്ടെ, ഞാൻ വിശേഷതയുള്ളവനാണ്. എന്നിൽ നിറവേറുന്ന ദൈവഹിതമാണ്. എന്നെ തകർക്കാൻ ലോകത്തിലൊരു ശക്തിയും കഴിയില്ല. ശക്തിയോട് കൈ അടിച്ച് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറ, ഓ ഷാബ റൊക്കോനിയ ഹംതുനിയ, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, ഞാൻ വിശേഷതയുള്ളവനാണ്. ഹല്ലേലൂയ. എന്നിൽ നിറവേറുന്നത് ദൈവഹിതമാണ്. എന്നെ തകർക്കുവാൻ ഒരു ശക്തിയും കഴിയില്ല. ദൈവസഭയെ, നീ തെരഞ്ഞെടുക്കപ്പെട്ടവളാണ്, നീ വിശേഷതയുള്ളവളാണ്. നിന്നിൽ നിറവേറുന്നത് ദൈവഹിതമാണ്. ദൈവം അറിയാതെയും അനുവദിക്കാതെയും ഒരുവന് നിന്നെ തൊടുവാൻ കഴിയില്ല. എവിടൊക്കെ എന്തോ പീഡനം ഇളകിയാലും, ആരെയൊക്കെ കൊല്ലാൻ പിടിച്ചാലും, ആരെയൊക്കെ പേപ്പട്ടിയെ തല്ലുന്നോല് തല്ലിയാലും, ഞങ്ങൾക്കൊരുറപ്പുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. എവിടൊക്കെ എന്തൊക്കെ ഇളക്കം നടന്നാലും, ആരൊക്കെ എന്തൊക്കെ തരികട ഇളക്കിയാലും, ഞങ്ങൾക്കൊരുറപ്പുണ്ട്, ഞാൻ എൻ്റെ സഭയെ പണിയും. പാതാള ഗോപുരം അതിനെ ജയിക്കില്ല. എന്തലയിലെ മൂടികളുമെല്ലാം നിർണയമവൻ, ഓ എന്താലയിലെ മൂടികളുമെല്ലാം നിർണയം ഒന്നാതിൽ നിലാത്തു. സാധ്യമായിടൂ. എന്താ നമ്മൾ പാടിയേ? ഒരു നിമിഷം പാടണം, ഇനി പാടാം നമുക്ക്. എന്താ പാടിയേ? ഒന്ന് പറ സഹോദരങ്ങളെ. എൻ്റെ തലയിലെ മുടികളെല്ലാം ആരെണ്ണി അറിയുന്നു? തടയിൽ എത്ര മുടിയുണ്ടെന്ന് അറിയാമോ? ഇല്ല. എന്നാൽ പോയി എന്നാ എണ്ണിയേക്കാന്ന് പറഞ്ഞിട്ട് നാളെ രാവിലെ ഇന്ന് തലമുടി എണ്ണല്ലേ വല്ലോടും കൊണ്ട് അഡ്മിറ്റ് ആക്കും.
സ്തോത്രം. ഹോ, തലയിൽ എത്ര മുടിയുണ്ടെന്നറിയാമോ? ഒരു ഇംഗ്ലീഷ് മാഗസിൻ വായിച്ചപ്പോൾ ഞാൻ വായിച്ചു, പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ ദേഹത്ത് 4 ലക്ഷം തലമുടി നാരുണ്ടെന്ന് വെച്ചാൽ. എത്ര മാസ്റ്ററെ? 4 ലക്ഷം. അത് വായിച്ചപ്പോഴാണ് വാക്യത്തിൻ്റെ ഘനം മനസ്സിലായത്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു. ഒന്ന് നിലത്ത് വീണമെങ്കിൽ ഞാൻ അറിയും. 4 ലക്ഷം തലമുടി നാരിൽ ഒന്ന് നിലത്ത് വീണാണ്ട് ദൈവം അറിയുമെങ്കിൽ, ഒരു തല മാത്രമുണ്ട്, തലവേദന കർത്താവ് അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാലിലൊന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ, ഒരു ഹൃദയം മാത്രമുണ്ട്, ഹൃദയത്തിൻ്റെ വേദന കർത്താവ് അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാലിലൊന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ, ഒരു വയറ് മാത്രമുണ്ട്, വയറിൻ്റെ വിശപ്പ് ദൈവം അറിയുന്നില്ലയോ? 4 ലക്ഷം തലമുടി നാലിലൊന്ന് നിലത്ത് വീണാൽ ദൈവം അറിയുമെങ്കിൽ, നിനക്ക് 2 കുഞ്ഞുങ്ങളെ തന്നെങ്കിൽ അവരുടെ പ്രായം ദൈവം അറിയുന്നില്ലയോ? എൻ്റെ ദൈവം അറിയാതെ, എൻ്റെ ദൈവം അനുവദിക്കാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവൻ ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, എന്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കില്ല. എന്റെ ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടില്ല. ഞാൻ അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലേക്കു ദോഷം ചെയ്യൂ. കൈയടിച്ച് പാടുകേ. അവനുള്ളം കയ്യിലിരിക്കയാൽ ആരുമില്ലേക്കു ദോഷം സംഗീതമാണെന്നു ഞാനറിയുന്നു, സംഗീതമാണെന്നു ഞാൻ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നും ബോധമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എൻ തലയിലെ കൂടി നിർണയമാവ സാധ്യമായിടൂ. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നും ബോധമായി. എൻ ദൈവമേ, നിന്നിഷ്ടം ചെയ്യുവാൻ വന്നിടുന്നേ ഞാനിന്നും ബോധമായി. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. എന്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയരേ, അങ്ങേ ഇഷ്ടം എന്നിൽ പൂർണ്ണമാക്കണേ. അവനറിയാതെ, അവൻ അനുവദിക്കാതെ നമുക്കൊന്നും സംഭവിക്കില്ല. എൻ്റെ ദൈവം അറിയാതെ അനുവദിക്കാതെ ഒന്നും സംഭവിക്കില്ല. ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ നിൽക്കില്ല. ദൈവം അനുവദിക്കാതെ ഒരുവൻ നിന്റെ നേരെ വിരൽ ചൂണ്ടില്ല. കൈ ഉയർത്തി ഒന്നുകൂടെ ശക്തിയോട് പറ, എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല. പ്രസന്റ് സിറ്റുവേഷൻ, ഈ കാലഘട്ടത്തിലെ ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനം വായിച്ചു കേൾപ്പിക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ എഴുതി വെച്ചതല്ല സുഹൃത്തെ. 2700 വർഷം മുമ്പ് യേശു കർത്താവിൻ്റെ മടങ്ങിവരവിന് തൊട്ടു മുമ്പുള്ള യഹൂദജാതിയുടെ അവസ്ഥയെക്കുറിച്ച് സക്രിയ ദീർഘദർശി പ്രവചിച്ച പ്രവചനം
ഇവിടെ വായിച്ചു കേൾപ്പിക്കുന്നു. സക്രിയ പ്രവചനം 12-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. യെസ്, വായിക്കൂ. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനം ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്ത യഹോവയുടെ അരുളപ്പാട്. ഇപ്പൊ അതൊക്കെ വളരെ ശ്രദ്ധിക്കണം, ഓരോ പദവും ശ്രദ്ധിക്കണം. പ്രവാചകം, ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ശുദ്ധ വേദപുസ്തകത്തിന്റെ മാത്രം പ്രത്യേകതയാണ് യഹോവയുടെ അരുളപ്പാട്. യഹോവയുടെ അരുളപ്പാട്. സിസ്റ്ററെ, അടുത്ത പദം നോക്കിയേ. ആകാശം വിരിക്കുകയും, അല്ലല്ല, അതിനു മുഖം ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ ആക്കുകയും ചെയ്ത യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഈ വേദപുസ്തകത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതിലേക്ക് ഞാൻ വരാം. ഇത് ആരുടെ വകയാ? വേദപുസ്തകം ആരുടെ വകയാ? സുവിശേഷം ആരുടെ വകയാ? പറ. ദൈവവചനം ആരുടെ വകയാ? ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിലാക്കിയതിന്റെ വചനമാ ഈ രാത്രിയോടെ ഞങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നിട്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, വേദപുസ്തകത്തിൽ 3000-ത്തിലധികം പ്രാവശ്യം ഈ പദമുണ്ട്. ഏതോ പദം? യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. വേദപുസ്തകത്തിൽ മാത്രമേ ഉള്ളൂ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ചാൾസ് ഡാർവിൻ്റെ എവല്യൂഷൻ തിയറിയുടെ ആദ്യത്തെ 10 പേജിൽ 30-ലധികം പ്രാവശ്യം ഇങ്ങനെ കാണാം, ഇങ്ങനെ ചിന്തിക്കാം, ഇങ്ങനെ ഊഹിക്കാം, ഇങ്ങനെ കരുതാം, ഇങ്ങനെ വിശ്വസിക്കാം, ഇങ്ങനെ വിശ്വസിക്കാൻ ബാധ്യസ്ഥനാകുന്നു എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ ഈ പുസ്തകത്തിൽ ഒരിടത്ത് പോലും ഇങ്ങനെ ഊഹിക്കാമെന്നില്ല, ഇങ്ങനെ കരുതാമെന്നില്ല, ഇങ്ങനെ ചിന്തിക്കാമെന്നില്ല. ഈ പുസ്തകം പറഞ്ഞ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല? യഹോവ ഇപ്രകാരം അരുളി ചെന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുവാൻ കഴിവുള്ളവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു. എൻ്റെ ദൈവം പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുവാൻ കഴിവുള്ളവനാണെന്ന് വിശ്വാസമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം പറയാം. അവൻ ഫറവോനെ നോക്കി, ഫറവോനെ നീ ചെങ്കടൽ കടക്കത്തിൽ എന്ന് പറഞ്ഞാൽ ഫറവോൻ ചെങ്കടൽ കടക്കില്ല. അവൻ നെബൂഖദ്നേസർ നോക്കി, നെബൂഖദ്നേസറേ നിന്നെ കാളയെപ്പോലെ പുല്ല് തീറ്റി എന്ന് പറഞ്ഞാൽ ഏത് സിംഹാസനം നിന്നാലും ചെവിക്ക് പിടിച്ചിറക്കി പുല്ല് തീറ്റിക്കാൻ അവൻ ശക്തനാ. ഈ രാത്രി നിന്നെ വിടുവിക്കുന്നു പറഞ്ഞാൽ വിടുവിക്കും, സൗഖ്യമാക്കുന്നു പറഞ്ഞാൽ സൗഖ്യമാക്കും, നിന്റെ തലമുറയ്ക്ക് വേണ്ടി പുതുവഴി തുറക്കുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി തുറക്കാൻ എൻ്റെ ദൈവം ശക്തനത്രേ. വിശ്വസിക്കുന്നവൻ ശക്തിയോടെ കൈകളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. അവനൊരു വാക്ക് പറഞ്ഞാൽ അത് സംഭവിക്കും. മനസ്സിലായില്ലേ? ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. ഇപ്പോൾ എൻ്റെ വാച്ചിൽ സമയം 8:05. നിങ്ങൾ വാച്ച് നോക്കരുത്, നിങ്ങളുടെ സമയം വേറെ ആയിരിക്കും. എല്ലാ വാച്ചും വ്യത്യസ്ത സമയമാണ്. ഇപ്പോൾ ദൈവം തമ്പുരാൻ പറഞ്ഞിരിക്കട്ടെ, ഇന്ന് 12:10 മല്ലപ്പള്ളി ഒന്ന് കുലുങ്ങട്ടെന്ന് പറഞ്ഞാൽ സ്തോത്രം 12:10 ഇവിടെ കുലുങ്ങിയിരിക്കും. കറുകച്ചാലിനും മല്ലപ്പള്ളിക്ക് ഇടയെ കുലുങ്ങട്ടെന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രം കുലുങ്ങും. ഇന്ന് 11:59 തിരുവല്ല ഇന്ന് കിഴക്കോട്ട് ഒരു കാറ്റടിക്കട്ടെ എന്ന് തമ്പുരാൻ പറഞ്ഞാൽ 11:59 ഇവിടെ അടിച്ചിരിക്കും. ഇപ്പം പേടിക്കണ്ട, പറയുന്ന ഭീമോനച്ചനാ. പക്ഷെ തമ്പുരാൻ പറഞ്ഞാൽ 12:10 കുലുങ്ങിയിരിക്കും, 11:50 അടിച്ചിരിക്കും. ഇവിടുത്തെ ജില്ലാ കളക്ടർ അറിയത്തില്ല, പഞ്ചായത്ത് പ്രസിഡന്റ് അറിയത്തില്ല, ഒരു നേതാവും അറിയത്തില്ല. അറിഞ്ഞാൽ അവർക്ക് തടയാനും ഒക്കില്ല. കഴിഞ്ഞ രാത്രിയോടത്ത് പറഞ്ഞു, ആരും അഹങ്കരിക്കരുത്, ആരും നിഗളിക്കരുത്, ഉയർന്നു നിൽക്കുന്ന കെട്ടിടങ്ങൾ കണ്ടാരും പൊങ്ങിയരുത്, പൊങ്ങച്ചവെടുക്കരുത്. നിന്റെ വർഷങ്ങളുടെ പണി ഇല്ലാതാക്കാൻ ദൈവത്തിന് 20 വർഷം വേണ്ട, 12 വർഷം വേണ്ട, 12 മിനിറ്റ് വേണ്ട, 12 മണിക്കൂർ വേണ്ട, 12 സെക്കൻഡ് വേണ്ട. റിക്ടർ സ്കെയിലിൽ 5.5 4.3 ആ ഭൂമിക്ക് കുലുക്കമൊന്നുണ്ടാൽ മതി. തമ്പുരാൻ പറഞ്ഞാൽ അത് ഒന്ന് കുലുങ്ങട്ടെന്ന്. കുലുങ്ങിയല്ല ഇടിച്ചു പൊടിഞ്ഞ് പട ഇവിടെ ഇടിഞ്ഞ് താഴെ വീഴും. ഭൂമി പൊടുപട പൊട്ടും, ഭൂമി കിറുകിറങ്ങും, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, ഭൂമി കാവൽ മാടം പോലെ ആടും. ഇതിൻ്റെ പണി ഇടിഞ്ഞു പൊടിഞ്ഞ് താഴെ വീഴും. അതിൻ്റെ സമയം അടുത്ത് വന്നുകൊണ്ടിരിക്കുക. അറിഞ്ഞോണം, കേട്ടോണം. നന്നായി വാഴാമെന്ന് വിചാരിക്കരുത്. പക്ഷെ അതിന് മുമ്പ് ഒരു സംഭവം നടക്കണം. ഇവിടെ കയറി വരിക എന്ന ശബ്ദത്തിങ്കിൽ ദൈവത്തിന്റെ സഭ ഇവിടെ മാറണം.
ശക്തിയോടെ കൈ ഉയർത്തി സ്തോത്രം പറ. അത് പോകാം. സഭ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതൊക്കെ നിൽക്കുക. കാരണം ഭൂമിയിൽ മനുഷ്യന്റെ അകൃത്യം ഭാരമായിരിക്കുകയാണ്. ഓക്കെ, അതാ വായിക്കുന്നത്. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട് വായിച്ചോ. ആകാശം വിരിക്കുകയും വായിച്ചോ ഇടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്, ഞാൻ യെരൂശലേമിന് ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരൂശലേമിന്റെ നിരോധനത്തിങ്കൽ അത് യഹൂദയ്ക്ക് വരും. അന്നാളെ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലായി വയ്ക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. അന്നാളിൽ ഞാൻ ഏത് അന്നാളി അവിടെ നിങ്ങളെ പദം ഒന്ന് ശ്രദ്ധിക്കണം, ഓർത്തു വെച്ചാൽ മതി. ഈ 12-ാം അധ്യായത്തിൽ അന്നാളി എന്നൊരു പദമുണ്ട്. അന്നാളി ഇത് അവസാനിക്കുന്നത് പിന്നെ വായിച്ചാൽ മതി 14-ാം അധ്യായത്തിലാണ്. ആ 14-ാം അധ്യായം വരെ 16 പ്രാവശ്യം വേദപുസ്തകത്തിലെ ഓരോ പദത്തിനും അർത്ഥമുണ്ട്. 16 പ്രാവശ്യം അന്നാളി എന്നൊരു പദമുണ്ട്. അന്നാളി ഇവിടെ എന്താ നമ്മൾ വായിച്ചത്? അന്നാളിൽ ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമപാത്രമാക്കും. നിങ്ങളിവിടെ പറഞ്ഞാട്ട്. 2, ചുറ്റുമുള്ള സകല ജാതികൾക്കും ഞാനതിനെ ഭാരമുള്ള കല്ലാക്കി വെക്കും. അവനെ ചുമക്കുന്നവനെല്ലാം കഠിനമായി മുറിവേൽക്കും. 4-ാമത്തെ പദം സകല ജാതികളും അവർക്കെതിരായി കൂടും. ഇന്നലെ എഴുതി വെച്ചതല്ല, 2700 വർഷം മുമ്പ് ഈ പുസ്തകം എഴുതി വെച്ചു. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പറഞ്ഞാട്ട് ദൈവദാസന്മാരെ പരിഭ്രമപാത്രമാക്കും. പറ, പരിഭ്രമപാത്രമാക്കും. 2, ഭാരമുള്ള കല്ലാക്കി വെക്കും. 3, തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കും. 4, സകല ജാതികളും എതിരായി വരും. നമ്മുടെ കൺമുമ്പിൽ ഇത് നിവർത്തിക്കുക. ഞാൻ പറഞ്ഞ കേരളത്തിൻ്റെ വലിപ്പമുള്ള രാജ്യം ലോകത്തെ വിറപ്പിക്കുക. ലോകത്തിലെ സകല ഈ ഇന്നലെ വരെ നാളെയും വരും സകല പത്രമാത്രങ്ങളുടെയും ടൈറ്റിലുകൾ, ദൃശ്യമാധ്യമങ്ങളുടെ ടൈറ്റിലുകൾ ഇസ്രായേൽ അപഹരിക്കുന്നു. നിങ്ങളുടെ കൺമുമ്പിൽ നിങ്ങൾ കാണുകല്ലേ. അങ്ങോട്ട് കയറിയൊന്ന് മാന്തി ബാക്കിയെ അടിച്ച് നിരത്തി. ലോകം മുഴുവൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. എന്തോ ധൈര്യമാടാ. ഒരേ സമയത്ത് സിറിയയിൽ അടിക്കുന്നു, ലെബനാനിൽ അടിക്കുന്നു, ഈജിപ്തിന് കൊടുക്കും. മൊത്തം 4 വശവും. നമ്മൾ തന്നെ അതിശയിക്കുക, ഇവനെങ്ങനെ കൂടാ ഇത്? കാരണം എന്നറിയാമോ? അവൻ യുദ്ധത്തിനായി എൻ്റെ കൈകളെയും പോരിനായി എൻ്റെ വിരലുകളെ അഭ്യസിപ്പിക്കുന്നു. ഇസ്രായേലിന് യുദ്ധാഭ്യാസം കിട്ടിയത് ഇവിടുത്തെ സൈനിക കോളേജ് നല്ല സ്വർഗത്തിലെ കോളേജിൽ നിന്നാണ്. ദൈവദാസ, ദൈവം നിന്നെ നിർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഒരുത്തനും നിന്നെ കുലുക്കാൻ കഴിയില്ല. കൈയടിച്ച ശക്തിയോടെ പറ, ദൈവം നിന്നെ നിർത്താൻ തീരുമാനിച്ചാൽ ലോകത്തിൽ ഒരുത്തനും കുലുക്കാൻ കഴിയില്ലെന്ന്. ഉണ്ടോ ഈ 4 പദം ബൈബിളിലുള്ളത്? 1, പരിഭ്രമപാത്രമാക്കും. ലോകം മുഴുവൻ പേടിയാ. ദോഹയെ വരെ കയറി അടിച്ചു. എന്നിട്ട് ചെയ്യാഞ്ഞേ? പേടിയാണ്. മധ്യപൂർവ്വ പേടിയാണ്. നമുക്കൊക്കെ പേടിയാണ്. കാരണം എന്തോ ഇപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അവിടെ കിടക്കുകയില്ലേ ഗൾഫ് രാജ്യങ്ങൾ. പ്ലെയിനൊക്കെ ചുറ്റിത്തിരിച്ചൊക്കെ വിടേണ്ട അവസ്ഥ ചിലപ്പോഴൊക്കെ ഉണ്ടാവും. പരിഭ്രമപാത്രമാക്കും. 2, ഭാരമുള്ള കല്ല്. ചെറിയ കല്ലാന്ന് വെച്ച് എടുത്ത് നീക്കാൻ ചെല്ലുമ്പോൾ അറിയുന്നത് എടുത്ത് നീക്കാൻ ഒക്കില്ലെന്ന്. ഭാരമുള്ള കല്ലാക്കും. പിന്നെന്തോ എഴുതിയേ? തൊടുന്നവൻ തൊട്ട കഠിനമായി അടി കിട്ടുമെന്ന്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് വേണം കളിക്കാൻ. കഠിനമായി മുറിവേൽക്കും. സകല ജാതികളും അതിനെതിരായി വരും. പണ്ട് ഈജിപ്തിൻ്റെ പ്രസിഡന്റ് നാസർ പറഞ്ഞു, ഇസ്രായേൽ അറബി രാജ്യങ്ങളുടെ ചങ്കിലെ ക്യാൻസറാണ്, മാർവിലെ ക്യാൻസറാണ്. വേറൊരു നേതാവ് പറഞ്ഞു ചങ്കിലെ കടാരയാണ്. സത്യമാണ്. ഈജിപ്തിലെ നാസർ ഇവർ രൂപീകൃതമായത് കാര്യം പറഞ്ഞു, ഞാൻ വരുവീൻ ഇസ്രായേൽ ഒരു ജാതി ആയിരിക്കണവരെ. ഒറ്റയാഴ്ച കൊണ്ട് അവൻ പറഞ്ഞു. വേറൊരുത്തൻ പറഞ്ഞു, ഇതിനെ അറബിക്കടലിൽ ഞാൻ താക്കുമെന്ന്. ആരെയാ? നമ്മളോടുള്ള ദൂതാ പാഞ്ഞു വരുന്നത് കേട്ടോ. നിന്നെ അറബിക്കടലിൽ താക്കുമെന്ന് പറഞ്ഞവനില്ല. എവിടെയാണെന്ന് ഇപ്പം അറിയില്ല. ഇസ്രായേൽ ഇന്നും അവിടെ ഉണ്ട്. ഞാൻ പറയാം, നിന്നെ പറത്തുവെന്ന് പറയുന്നവനെ ദൈവം പറത്തും. നിന്നെ ദൈവം നിർത്തിയെങ്കിൽ നടത്താൻ അവൻ ശക്തനായവനാണ്. കൈയടിച്ച ശക്തിയോടെ സഹോദരൻ പറ, കുഞ്ഞെ, ദൈവമാണ് നിന്നെ വിളിച്ചതെങ്കിൽ, ദൈവമാണ് നിന്നെ നിർത്തുന്നതെങ്കിൽ, നിന്നെ ഒതുക്കുമെന്ന് പറയുന്നവനെ ദൈവം ഒതുക്കും.
നിന്നെ പറത്തുമെന്ന് പറയുന്നവനെ ദൈവം പറത്തും. അതിന് ഞങ്ങൾക്ക് പറയാതിരിക്കാവോ? സ്തോത്രം, സ്തോത്രം, സ്തോത്രം. തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കും. അടുത്ത ഒരു പ്രവചനം നിവർത്തിക്കപ്പെടണം. ഈയിടെ നമ്മളത് കണ്ടു. സകല ജാതികളും അവർക്കെതിരായി തീരും. ഇവിടെ ഐക്യരാഷ്ട്ര സഭയിൽ ബെന്യാമിൻ നെതന്യാഹു പുള്ളിക്കാരൻ പ്രസംഗിക്കാതിരുന്നിട്ടപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങി അങ്ങ് പോയത്, വോക്കൗട്ട് ചെയ്തു. അയാൾ തന്നെ ഇന്ന് പ്രസംഗിക്കുന്നത് അപ്പോൾ കണ്ടോ, എല്ലാവരുടെയും സ്നേഹം കണ്ടു. നിങ്ങൾക്കറിയാമോ, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ട് രാജ്യങ്ങൾ, അതിപ്രധാനമായ രണ്ട് രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടും അമേരിക്കയും. ഈ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പം ഞാൻ ചരിത്രമാണ് പറഞ്ഞ അപ്ഡേറ്റ്, കണ്ണാടി ഇങ്ങനെ പിടിച്ച് നിങ്ങൾ പോയി കാണിക്കുകയാണ്. അവിടെ എണ്ണയൊന്നുമില്ല, അവിടെ ഉള്ളത് വെപ്പൺസും പിന്നെ കൃഷിയുമാണ്. വെപ്പൺസാണ്, ആയുധങ്ങളാണ്, പേര് മാറ്റിയൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. അതാണ് ഇഷ്ടംപോലെ രാജ്യങ്ങൾ വാങ്ങുന്നുണ്ട്. അതിനേക്കാൾ ഭയങ്കര ഇസ്രായേലിൽ പോയിട്ടുള്ളവർക്കറിയാം. ഞാൻ പോയിട്ടുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ഇസ്രായേലിൻ്റെ ചുറ്റും മൊത്തം മരുഭൂമിയാണ്. പോയിട്ടുള്ളവർ ചോദിച്ചാൽ ഒരു വശം മുഴുവൻ ചെങ്കടൽ, ഗൾഫ് രാജ്യം സൗദി അറേബ്യയുടെ മരുഭൂമി കിടക്കുകയാണ്. 4 വശവും യോർദാനിൽ നിന്ന് അങ്ങോട്ട്, യോർദാൻ മുതൽ അവിടെ അങ്ങോട്ട് ചെല്ലുമ്പം 4 വശവും തീക്കൽപ്പാറയാണ്, മരുഭൂമിയല്ല. ഈ ഇസ്രായേലിൽ നിന്ന് ഈജിപ്തിലേക്ക് പോകുന്ന ഒരു 12 ബസ്സിൽ യാത്രയാണ്. ഈ 12 അവിടെ കൂടെ ഇസ്രായേൽ മക്കൾ വന്ന തീക്കൽപ്പാറ ചുട്ടുപൊള്ളുന്നത്, അവിടെ കൂടെ ദൈവം ഒരു നടത്തിവാസേ. 4 വശവും തീക്കൽപ്പാറ എന്ന് പറഞ്ഞാൽ പാറകളാണ്, ഒന്നുമില്ല. മറ്റൊരു മരുഭൂമി, പക്ഷെ അതിൻ്റെ നടുക്ക് പാലും തേനും ഒഴുകുന്നൊരു രാജ്യം. നീ എന്തുമാത്രം ദൈവത്തെ സ്തുതിക്കണം. ദൈവം നിന്നോടൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ, വാഗ്ദത്തം നൽകിയിട്ടുണ്ടോ? 4 വശവും തീക്കൽപ്പാറയാണെങ്കിലും അതിന്റെ നടുവിൽ നിന്ന് പാൽ താൻ ഒഴുകിപ്പാൻ എന്റെ ദൈവശക്തരത്രേ. ആമേൻ. ശക്തിയോടെ ദൈവത്തെ ആരാധിക്കുഞ്ഞേ. മോനെ, നിന്നോടുള്ള ദൂതായി രാത്രി ഞാൻ വിളിച്ചു പറയുന്നത്, സകല അസാധ്യതയുടെ നടുവിലും ദൈവം നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. അപ്പോൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്, നിങ്ങൾക്കറിയാം, അമേരിക്കയാണ്. പരസ്യമായ രഹസ്യമാണ്. അമേരിക്ക പരസ്യമായവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പണ്ട് രഹസ്യമായിട്ടാണ്. പിന്നെ ഇംഗ്ലണ്ടാണ്. നിങ്ങളോടൊരു ദൂതി ഞാൻ പറയാം. കുറേ കാലം മുമ്പ് സാമ്പത്തിക മാന്ദ്യമുണ്ടായി അമേരിക്ക ഉൾപ്പെടെ. ഇപ്പോൾ ഇനി അടുത്ത മാന്ദ്യത്തിലേക്ക് നീങ്ങാൻ പോവാ. ആ അവസരത്തിൽ ഇവരെ സഹായിച്ച അവരെല്ലാം കൈവലിക്കാൻ തുടങ്ങി. എല്ലാവരും കൈവലിക്കാൻ തുടങ്ങി. ഇംഗ്ലണ്ട് ആദ്യം കുറച്ച് പണം കൊടുത്തുകൊണ്ട് നിർത്തി, അമേരിക്ക നിർത്തി. ഞങ്ങൾക്കില്ല, ഞങ്ങൾ പട്ടിണിയാകുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തരത്തില്ലെന്ന് പറഞ്ഞു. ഒരു അത്ഭുതം. ഞാൻ പറഞ്ഞ് അടിച്ചു നോക്കണം. അപ്പോൾ ഒരു അത്ഭുതം നടന്നു. എന്താ അത്ഭുതം എന്നറിയാമോ? അമേരിക്ക പറഞ്ഞു ഞങ്ങളെ ഇനി സഹായിപ്പാൻ ഞങ്ങളുടെ കാശില്ല. ഇംഗ്ലണ്ട് പറഞ്ഞു ഞങ്ങളുടെ കാശില്ല. അപ്പോൾ ഒരു അത്ഭുതം സംഭവിച്ചു. അതെന്തെന്നറിയാമോ? ഇസ്രായേലിൻ്റെ ചാവുകടൽ തീരം, അവിടെയൊക്കെ പോയി കിടന്നിട്ടുള്ളവരുടെയൊക്കെ അറിയാം. ഈ ചാവുകടൽ തീരത്ത് ഒരു അത്ഭുതം നടന്നു. അവർ കണ്ടുപിടിച്ച അത്ഭുതം നടന്നതല്ല, മില്യൺസ് ആൻഡ് ട്രില്യൺസ് ഡോളർ വരുമാനം ഉണ്ടാക്കുന്ന ധാതു നിക്ഷേപം കണ്ടെത്തി. അതായത് നമ്മുടെ നാട്ടിലെ കരിമണലൊക്കെ ഇല്ലയോ, ഈ ധാതു നിക്ഷേപം എടുത്തു കഴിഞ്ഞാൽ കോടിക്കണക്കിന് ഡോളർ കിട്ടുന്ന ധാതു നിക്ഷേപം കണ്ടെത്തി. ഇപ്പോൾ സ്വിച്ച് ഓൺ ചെയ്തിട്ട് അവിടെ ഇട്ടിരിക്കുക. സ്തോത്രം. അവരെ എല്ലാവരും സഹായിക്കുന്ന നിർത്തിയപ്പം തമ്പുരാൻ പറഞ്ഞു, ലോകത്തിൽ ആര് കൈവലിച്ചാലും എൻ്റെ കുഞ്ഞുങ്ങൾ പട്ടിണിയാകാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളോടൊക്കെയുള്ള ദൂതി ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ദൈവത്തിന് വേണ്ടി നിന്നാൽ ഒരു വാതിൽ അടഞ്ഞാൽ 9 വാതിൽ ദൈവം നിനക്കായി തുറക്കും. ഒരു വഴി അടഞ്ഞാൽ ദൈവം 9 വഴി നിനക്കായി തുറക്കും. കുഞ്ഞെ, നിന്റെ നന്മയുടെ ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊന്ന് ദൈവം തുറന്നിട്ടിരിക്കും. ഒന്ന് തുറന്നിടാതെ ഒന്നടയാൻ ദൈവം സമ്മതിക്കത്തില്ല. കരമടിച്ച ആത്മാവിൽ ദൈവത്തെ സ്തുതിക്ക്. നിന്റെ നന്മയുടെ ഒരു ഉറവ അടയുമ്പോൾ 9 ഉറവ ദൈവം തുറക്കും. എല്ലാവരും ഒന്ന് കൈയടിച്ച ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. നീ വിളിക്കപ്പെട്ടവനാണോ? നീ തെരഞ്ഞെടുക്കപ്പെട്ടവനാണോ? നിന്റെ നന്മയുടെ ഓരോ ഉറവ അടയുമ്പോൾ അപ്പുറത്ത് ദൈവം തുറക്കും. അടയപ്പെട്ട ഉറവകൾ നോക്കി നീ കരയരുത്. തുറക്കപ്പെട്ട ഉറവകൾ നോക്കി ദൈവത്തെ സ്തുതിച്ചോണം. ഞാൻ ഇതിനിടയ്ക്കൊരു ദൂത് ദൈവദാസന്മാരോടും പറയുക. എല്ലാ ദൂതും നമുക്കാ. അതായത് നീ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ, നീ സത്യത്തിന് വേണ്ടി നിന്നാൽ, നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ, ഒരു സഭ നിന്നെ വേണ്ടെന്ന് വെച്ചാൽ 9 സഭ നിന്നെ തേടി വരും. സ്വതന്ത്രം പോയിട്ടില്ല.
നീ പ്രമാണത്തിന് വേണ്ടി നിന്നാൽ, നീ വിശുദ്ധിക്ക് വേണ്ടി നിന്നാൽ, നീ സത്യത്തിന് വേണ്ടി നിന്നാൽ, ഒരു സ്റ്റേജ് നിനക്ക് വിലക്കപ്പെട്ടാൽ 1000 സ്റ്റേജ് ദൈവം തുറക്കും. ഒന്ന് കൈയടിച്ച് ശക്തിയോട് ദൈവത്തെ സ്തുതിക്ക. ഞാൻ അനുഭവം പ്രസംഗിക്കുക. തന്റെ ഇടത്തോട് സത്യത്തിന് നിന്നോണം. ഇത് പോവല്ലേ? എനിക്കൊക്കെ സത്യം പറഞ്ഞ ഒരു ദിവസം എൻ്റെ കൂടെയുള്ള ദിവ്യാസമോട് ചോദിച്ചാൽ അറിയാം, 10 ഇടത്തോട് നോ പറയാം. ഇപ്പം ഓടിത്തീർക്കാൻ വയ്യ. കാരണം വയ്യ. ഒന്നാമത് ശരീരം ക്ഷീണം, പിന്നെ ഈ യാത്രാക്ഷീണം, വയ്യ, ഓട്ടം. അതുകൊണ്ട് അടുത്ത തലമുറ കയറി വരണം കേട്ടോ. ഈ ശബ്ദമൊക്കെ എത്ര നാൾ ഇവിടെ മുഴങ്ങുമെന്ന് ഞങ്ങൾക്കറിയില്ല. സുവിശേഷത്തിൻ്റെ തനിമ ഉയർത്താൻ അഭിഷേകമുള്ളൊരു തലമുറ എഴുന്നേറ്റ് വരാൻ കരഞ്ഞോണം. ഈ പോക്ക് പോയ പല ഹോളും വലിയ താഴിട്ട് പൂട്ടേണ്ടി വരും. കാരണം മൊത്തം പോവാ. 10 പേരെങ്കിലും ഈ പുസ്തകം എടുത്തുകൊണ്ട് ഉപദേശ സത്യം പ്രസംഗിക്കാൻ എഴുന്നേറ്റ് വരണം. എല്ലാവരും ഒന്ന് ശക്തിയോടെ കരമടിച്ച് സ്തോത്രം പറ. ഒന്നുകൂടെ ഞാൻ പറയാം മക്കളെ, ഒരു വാതിലടഞ്ഞാൽ മറ്റൊന്ന് ദൈവം തുറക്കും. ഒന്ന് തുറക്കാതെ നടയാൻ ദൈവം സമ്മതിക്കില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് ഞാൻ കുഞ്ഞുങ്ങളോട് പറയാം, മക്കളെ, 2 പരീക്ഷ തോറ്റെന്ന് വിചാരിച്ച് നിന്റെ അവസാനമല്ല. സ്തോത്രം. 4 ഇൻ്റർവ്യൂവിന് പോയി ജോലി കിട്ടിയതുമില്ല എന്നുകൊണ്ട് നിന്റെ അവസാനമല്ല. 10 കല്യാണാലോചന വന്ന് മുടങ്ങിയത് കൊണ്ട് നിന്റെ കല്യാണം നടക്കാതിരിക്കില്ല. ഒരു ഉറവയടഞ്ഞാൽ മറ്റൊന്ന് ദൈവം തുറന്നിരിക്കും. ഒന്ന് തുറന്നിടാതെ മറ്റൊന്നടയാൻ ദൈവം സമ്മതിക്കില്ല. ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറയാം, ഒരു പരീക്ഷ തോറ്റുകൊണ്ട് കയ്യിലെ നരമ്പ് മുറിക്കരുത്, കിണറ്റി ചാടരുത്, കെട്ടിത്തൂങ്ങരുത്. നമ്മളതുകൊണ്ടല്ലേ ഒരു ഉറവയടഞ്ഞാൽ മറ്റൊന്ന് ദൈവം തുറന്നിരിക്കും. നിന്റെ ജീവിതത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയെന്ന് ദൈവത്തിനറിയാം. ഈ രാത്രി യേശുവിൻ്റെ നാമത്തിൽ ചില നന്മയുടെ ഉറവകൾ ദൈവം നിനക്കായി തുറക്കുന്നു. എല്ലാവരും അല്പസമയം കരമടിച്ച് അന്യഭാഷ ദൈവത്തെ സ്തുതിച്ചേ. മക്കളെ, നിനക്ക് വേണ്ടി ചില നന്മയുടെ ഉറവ വെറുതെ നിന്ന് ഞാൻ മുൻവാക്ക് പറയല്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ദുഷ്ട പിശാച് തടഞ്ഞു വെച്ച ചില നന്മയുടെ ഉറവകൾ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ രാത്രി ദൈവം തുറക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ എല്ലാവരും ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാട്ടോ. എല്ലാവരും ആരാധിച്ച മക്കളെ ആരാധിച്ചാണ്, ദൈവത്തെ സ്തുതിച്ചാണ്. നമ്മുടെ തലമുറ ആത്മാവിൽ ശക്തിപ്പെടട്ടെ. നിന്റെ തലമുറ നിരാശപ്പെട്ടു പോകരുത്, ഭാരപ്പെട്ടു പോകരുത്. നീ കയറെടുക്കരുത്, നരമ്പ് മുറിക്കരുത്, കിണറ്റിൽ ചാടരുത്, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകരുത്. ഏത് പ്രതിസന്ധിയിലും മുട്ടിന്മേൽ നിൽക്ക്, കരഞ്ഞു തുടങ്ങ്, പ്രാർത്ഥിച്ചു തുടങ്ങ്. ദൈവം നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഇസ്രായേലിനെ കുറിച്ചുള്ള പ്രവചനം, അവരുടെ പ്രവചനം അവരുടെ ഒന്നാമത്തെ നേതാവായ മോശയിലൂടെ ദൈവം തമ്പുരാൻ പറഞ്ഞു. അതിലേക്ക് ഞാൻ വരും മുമ്പേ പറഞ്ഞതെന്ന് പറയണം. സെക്കരിയാപ്പൂനം 14:12 ആരംഭിക്കുന്നത്, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമപാത്രമാക്കും. അവരെ തൊടുന്നവൻ കഠിനമായി മുറിവേൽക്കും, അതിനെ ഭാരമുള്ള കല്ലാക്കി വെക്കും. 4ാമത് പറഞ്ഞ സകല ജാതികളും എല്ലാവരും എതിരാകും. അമേരിക്ക എതിരാകും, ഇന്ത്യ പാനൂല എതിരാകും, എല്ലാവരും എതിരാകും. അപ്പോൾ അവർ നോക്കണ്ടവനേക്ക് നോക്കും. നമ്മളെ സംബന്ധിച്ചോ അതേ ഉള്ളു ദൈവദാസന്മാരെ. നമ്മളൊക്കെ വിചാരിക്കുന്ന അവർ സഹായിക്കും, ഇന്ന പാർട്ടി. നോ 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 നോ, ഒരുത്തനും നിന്നെ സഹായിക്കില്ല. എല്ലാവരും നിന്നെ കൈവിടുമ്പോൾ നീ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ യേശുവിൻ്റെ ദൈവത്തെ പോലെ മറ്റൊരു ദൈവമില്ല. നിന്റെ സഹായത്തിനായി അവൻ ആകാശത്തൂടെ മേഘാരൂഢനായി വരും. എല്ലാവരും അവനെ കൈവിടുമ്പോൾ അവൻ മോളോട്ട് നോക്കും. അപ്പോൾ അവൻ്റെ സഹായത്തിനായി മേഘാരൂഢനായി അവൻ ഇറങ്ങി വരും. ആ സിറ്റുവേഷൻ ഇസ്രായേൽ വരും. ഞങ്ങൾ നേരത്തെ പറയാ, ഞങ്ങളുടെ പുസ്തകത്തിൽ നേരത്തെ ഉണ്ട്. സ്തോത്രം. അപ്പോൾ വായിച്ചേ, ആരാ വായിക്കുക? സെക്കരിയാപ്പൂനം 14-ാം അധ്യായം 4 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു. 4
അന്നാളിൽ അവന്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവേ പിളർന്നു. ഇതുവരെ നടക്കാത്ത കാര്യം നടക്കും. ഞങ്ങൾ ഇപ്പോഴേ പറഞ്ഞുകൊണ്ടിരിക്കുക. രണ്ടായി പിളരും. അടുത്ത വാക്യം. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. അടുത്തത്. മലയുടെ ഒരു പാതി വടക്കോട്ടും മറ്റേ പാതി തെക്കോട്ടും വാങ്ങിപ്പോകും. അടുത്തത്. എന്നാൽ മലയുടെ താഴ്വര ആസൽ വരെ എത്തുന്നത് കൊണ്ട് നിങ്ങൾ എന്റെ മലയുടെ താഴ്വരയിലേക്ക് ഓടിപ്പോകും. അടുത്തത്. യഹൂദ രാജാവ് ഉസിയാവിന്റെ കാലത്ത് നിങ്ങൾ അടുത്ത 5-ാം വാക്യം നോക്കിയ. അന്നാളിൽ മലയുടെ താഴ്വര ആസൽ വരെ. അന്നാളിൽ നിന്റെ ദൈവമായ യഹോവയും കർത്താവും അവനോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അതിന്റെ അവസാന വാക്യം. അന്നാളിൽ നിന്റെ ദൈവമായ കർത്താവും അവനോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. എന്നാളിൽ സ്തോത്രം. തുടക്കം എന്താ പറഞ്ഞത്? അന്നാളിൽ ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും പരിഭ്രമപാത്രമാക്കും. സകല ജാതികൾക്കും അവർ സകല ജാതികളും ഭാരമുള്ള കല്ലാക്കി വെക്കും. ചുമക്കുന്നവൻ കഠിനമായി മുറിവേൽക്കും. സകല രാജ്യങ്ങളും അവർക്കെതിരായി മാറും. അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിന് കിഴക്ക് ഒലിവുമലയിൽ അവൻ്റെ കാൽപാദം ചവിട്ടപ്പെടും. ഒലിവുമല രണ്ടായി പിളർക്കപ്പെടും. അടുത്ത വാക്യം. അന്നാളിൽ നിന്റെ ദൈവമായ കർത്താവും അവനോടുകൂടെ സകല വിശുദ്ധന്മാരും ഇറങ്ങി വരും. യേശു മടങ്ങി വരാറായി. യേശു മടങ്ങി വരും. വിശ്വാസമുള്ളവർ കൈ ഉയർത്തിപ്പിടിച്ചേ. യേശു മടങ്ങി വരും. പ്രിയ നാട്ടുകാരെ, നിങ്ങൾ വിശ്വസിച്ചാലും ശരിയില്ലെങ്കിലും ശരി, നിങ്ങൾ അംഗീകരിച്ചാലും ശരിയില്ലെങ്കിൽ ശരി, നിങ്ങൾ ഏറ്റെടുത്താലും ശരിയില്ലെങ്കിലും ശരി, ഇസങ്ങൾ സ്വപ്നം കാണും സുന്ദര രാജ്യം സ്ഥാപിപ്പാൻ ഇന്നേക്ക് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രൂശിൽ മരിച്ച ക്രിസ്തു, കല്ലടക്കം ചെയ്യപ്പെട്ട ക്രിസ്തു, കല്ലറയെ തകർത്തുയർത്തെഴുന്നേറ്റ ക്രിസ്തു, ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരൻ, ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് രാജാധിരാജാവായി മടങ്ങി വരുവാൻ പോകുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ഞാൻ മിനിയാന്ന് രാത്രി റാന്നിയിലായിരുന്നു. വലിയ കൺവെൻഷനായിരുന്നു. നമ്മൾ പെന്തക്കോസുകാർക്ക് പണ്ട് കൺവെൻഷൻ വിളിക്കുന്നൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു. പലതും പോയി നമ്മുടേത്. ആ കൂട്ടത്തിൽ പോയി ഈ മുദ്രാവാക്യം. എന്തായിരുന്നു അച്ഛാ മുദ്രാവാക്യം? പറയാച്ചാ യേശു ക്രിസ്തു. അയ്യോ ഒന്ന് പറയുന്നേ. യേശു ക്രിസ്തു, യേശു ക്രിസ്തു, യേശു ക്രിസ്തു, യേശു ക്രിസ്തു രാജാധിരാജാവായി വേഗം വരുന്നു. കയ്യൊന്ന് ഉയർത്തിപ്പിടിച്ചേ. നാട്ടുകാർ കേൾക്കട്ടെന്നേ. ഉറക്കെ പറഞ്ഞ് യേശു ക്രിസ്തു പാപികളെ രക്ഷിക്കുന്നു. പറ. യേശു ക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. ഞാൻ യേശു ക്രിസ്തു നിങ്ങൾ പറഞ്ഞോ. യേശു ക്രിസ്തു, യേശു ക്രിസ്തു, യേശു ക്രിസ്തു രാജാധിരാജാവായി വേഗം വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ. ഉറക്കെ പറ. ഒരുങ്ങിക്കൊള്ളുക. കൈയടിച്ച് ദൈവത്തെ സൂചിച്ചോണ്ട് പറ. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാജവിശേഷ പ്രസംഗം കേട്ടാലും കേൾക്കാഞ്ഞാലും വിളിച്ചു പറ. ഐക്കില്ലാത്ത കാലത്ത് അപ്പച്ചന്മാരും പാറയുടെ മണ്ടയ്ക്ക് വലിഞ്ഞു കയറിന്ന് വിളിച്ചു പറഞ്ഞു. ഒരു പ്രഭാതത്തിൽ രാത്രി വിളിച്ചു പറഞ്ഞു, നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങുക. ഇസ്രായേൽ 3 കാലഘട്ടങ്ങളിലൂടെ അവർ കടന്നുപോയി. പ്രവചന നിവർത്തിയുടെ 3 കാലഘട്ടങ്ങൾ. അന്ന് അവരുടെ സമൃദ്ധിയുടെ കാലം. ഡിയൂട്ടോണമി ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതലുള്ള വാക്യം വായിച്ചോ. ആവർത്തനം. നിങ്ങൾക്ക് അറിയാമെങ്കിലും നിന്റെ ദൈവമായ യഹോവയുടെ വാക്ക് നീ ശ്രദ്ധയോടെ കേട്ട് ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്ന അവന്റെ സകല കൽപ്പനകളും പ്രമാണിച്ചു നടന്നാൽ നിന്റെ ദൈവമായ യഹോവ നിന്നെ ഭൂമിയിലുള്ള സർവ്വജാതികൾക്കും മീതെ ഉന്നതമാക്കും. നിന്റെ ദൈവമായ യഹോവയുടെ വാക്കു കേട്ടനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും. പട്ടണത്തിൽ നീ അനുഗ്രഹിക്കപ്പെടും, വയലിൽ നീ അനുഗ്രഹിക്കപ്പെടും. നിന്റെ ഗർഭഫലവും കൃഷിഫലവും മൃഗങ്ങളുടെ ഫലവും നിന്റെ കന്നുകാലികളുടെ പേര് മുഴുവൻ അനുഗ്രഹമാണ്. അനുഗ്രഹം, അനുഗ്രഹം, അനുഗ്രഹം. അവരുടെ സമൃദ്ധിയുടെ കാലമാണ്. ദൈവത്തിൻ്റെ വാക്ക് നീ അനുസരിച്ചാൽ അകത്ത് വരുമ്പോൾ അനുഗ്രഹം, പുറത്ത് പോകുമ്പോൾ അനുഗ്രഹിക്കും. നിന്റെ കന്നുകാലിയുടെ പേരും പുറപ്പോ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം, 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 അനുഗ്രഹം. ഇത് ദൈവത്തെ ഭയപ്പെടുന്ന എല്ലാവർക്കും ഉള്ളതാണ്. ഞാൻ കൂടെ പറയും, ദൈവത്തെ ഭയപ്പെട്ടവൻ്റെ കൽപ്പന അനുസരിച്ച് ഒരുത്തൻ ഒരു വീട്ടിലുണ്ട്, അവൻ നിമിത്തം ആ വീട് അനുഗ്രഹിക്കപ്പെടും. ഒരു കുടുംബം ഒരു സഭയിലുണ്ട്, അവൻ നിമിത്തം ആ സഭ അനുഗ്രഹിക്കപ്പെടും. 10 ദൈവമക്കളുടെ ദേശത്തുണ്ട്, അവർ നിമിത്തം ആ ദേശം അനുഗ്രഹിക്കപ്പെടും. ശക്തിയോടെ കൈ ഉയർത്തി ആട്ടിയൊരു സഹോദരൻ പറഞ്ഞു. അതെ, അനുഗ്രഹം. അത് അവരുടെ ഒന്നാമത്തെ രാജാവായ ശൗല്, ശലോമോൻ, ദാവീദ് എന്നിവരുടെ കാലത്ത് അവർ അനുഭവിച്ചതാണ്.
അതേ ദൈവം തന്നെ 28-ാം അധ്യായം അവിടെ ഒന്നാമത്തെ നേതാവായ മോശയിലൂടെ 28-ാം അധ്യായം 63 വാക്യങ്ങൾ വായിച്ചാട്ട് തിരസ്കരണത്തിന്റെ കാലം, ചിതറൽ, നിങ്ങൾക്ക് ഗുണം ചെയ്യുവാനും നിങ്ങളെ വർദ്ധിപ്പിപ്പാനും യഹോവ നിങ്ങളുടെ മേൽ പ്രസാദിച്ചിരിക്കുന്നത് പോലെ നിങ്ങളെ നശിപ്പിപ്പാനും നിർമൂലമാക്കുവാനും യഹോവ പ്രസാദിച്ച് നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്ന് നിന്നെ പറിച്ചുകളയും. അതൊക്കെ ശ്രദ്ധിച്ചോണം, പറിച്ചുകളയും. യഹോവ നിന്നെ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ സർവ്വജാതികളുടെ ഇടയിൽ ചിതറിക്കും. അവിടെ നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്തവയായി മരവും കല്ലുകൊണ്ടുള്ള അന്യ ദൈവങ്ങളെ നീ സേവിക്കും. അപ്പൊ അവിടെ ചിതറിക്കും, വാരി വിതറും എന്നിടത്തുണ്ട്. വാരി വിതറും, ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ വാരി വിതറും. യിരെമ്യാ 24:9 നോക്കിയേ. യിരെമ്യാ ചാപ്റ്റർ 24:9 ഒന്ന് കുറിച്ചെടുത്തോ. 24:9 പെട്ടെന്ന് വായിച്ചോ. 24-ാം അധ്യായം 9-10 വാക്യങ്ങൾ. യിരെമ്യാ 24:9-10 വാക്യങ്ങൾ. ഞാൻ അവരെ ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ഭീതിയും അനർത്ഥവും ഞാൻ അവരെ നീക്കിക്കളവാനിരിക്കുന്ന സകല സ്ഥലങ്ങളിലും നിന്നെയും പഴഞ്ചൊല്ലും പരിഹാസവും ശാപവാക്യവും ആക്കി തീർക്കും. ഞാൻ അവർക്കും അവരുടെ പിതാക്കന്മാർക്കും കൊടുത്ത ദേശത്ത് നിന്ന് അവരെ നശിച്ചു പോകും വരെ ഞാൻ അവരുടെ ഇടയിൽ വാളും ക്ഷാമവും വാരി വിതറും. 28 നമ്മൾ വായിച്ച 63-67 വാക്യം. ഞാൻ നിങ്ങളെ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ വാരി വിതറും, ചിതറിക്കും, വാരി വിതറും എന്ന് പറഞ്ഞു. അവിടെ എഴുതിയിരിക്കുന്ന 10 കാര്യം പ്രധാനമായിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ചിതറിക്കും, ചുരുക്കമാക്കും, നശിപ്പിക്കും, പറിച്ചുകളയും. ജാതികളുടെ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടില്ല. നിങ്ങൾ രാവും പകലും പേടിച്ചു പാർക്കും. പ്രാണഭയം നിങ്ങളെ വിട്ടുമാറില്ല. വിൽക്കാൻ നിർത്തും, വാങ്ങാൻ ആരും ഉണ്ടാകില്ല. യഹോവ നിങ്ങൾക്ക് വിറയ്ക്കുന്ന ഹൃദയവും മങ്ങുന്ന കണ്ണും നിരാശയുള്ള മനസ്സും തരും. നീ തൊടുന്ന എല്ലാറ്റിലും പ്രാക്കയിക്കും. സകല ജാതികൾക്കും നീ ഒരു ബാധയാകും. 11ഓളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതെല്ലാം നിവർത്തിക്കപ്പെട്ടു. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ. വാരി വിതറും. ദൈവം തമ്പുരാൻ സ്കാറ്റേഡാക്കി വാരി വിതറി. ഭൂമിയിൽ ഇത്രയുള്ള യഹൂദജന എല്ലായിടവും ചെന്നു വിത്തുവാരി വിതറുന്ന പോലെ. ഇന്ത്യയിൽ അവരെത്തി, കേരളത്തിൽ വന്നു, മട്ടാഞ്ചേരിയിലും ഒക്കെ വന്നു. അവിടെ സിനഗോഗ് ഇപ്പോഴും ഉണ്ട്. ആ സിനഗോഗൊക്കെ കേരളത്തിൽ വന്നു, കൊച്ചി വന്നു. ലോകം മുഴുവൻ അവർ ചിതറപ്പെട്ടു. ഇതെല്ലാം ദൈവത്തിനെ നിവർത്തി. അവർ ചിതറപ്പെട്ടു, വാരി വിതറപ്പെട്ടു. ഇതേ ദൈവത്തിൻ്റെ വചനം തന്നെ അവിടെ ഒന്നാമത്തെ നേതാവായ മോശയിലുള്ള, അതായത് വർഷങ്ങളുള്ള ചരിത്രം, 3000-4000 വർഷത്തെ പിൻക് സംഭവിക്കേണ്ട കാര്യങ്ങൾ അവരുടെ ഒന്നാമത്തെ നേതാവിലൂടെ രാജ്യം സ്ഥാപിക്കപ്പെടുമ്പോൾ ഓർത്തോണം. മരുഭൂമിയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പറഞ്ഞതാ വേദപുസ്തകത്തിൽ. വായിക്കുക സിസ്റ്ററെ. 30-3-4 വാക്യങ്ങൾ. 30-ാം അധ്യായം ആവർത്തന പുസ്തകം 30-3-4 വാക്യങ്ങൾ. ദൈവമായ യഹോവ നിന്റെ സ്ഥിതി മാറ്റുകയും നിന്നോട് മനസ്സലിഞ്ഞ് നിങ്ങളിലേക്ക് തിരികെയും നിന്റെ ദൈവമായ യഹോവ നിന്നെ ചിതറിച്ചിരിക്കുന്ന സകല ജാതികളിൽ നിന്ന് നിന്നെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അപ്പോൾ അത് യഥാസ്ഥാനം. 1 അനുഗ്രഹത്തിൻ്റെ വർഷം, സമൃദ്ധിയുടെ കാലം. 2 തിരസ്കരണത്തിൻ്റെ കാലം. 3 യഥാസ്ഥാനത്തിൻ്റെ കാലം അല്ലെങ്കിൽ അംഗീകരണത്തിൻ്റെ കാലം. അവിടെ യെശയ്യാ 27-ാം അധ്യായം 12-ാം വാക്യം നോക്കിയേ. യെശയ്യാ പ്രവചനം 27-ാം അധ്യായം 12-ാം വാക്യം. എല്ലാം വായിക്കാൻ നേരമില്ല, ഓരോ പ്രവചനം പറഞ്ഞുകൊണ്ട് പെട്ടെന്ന്. അന്നാളിൽ അവിടെല്ല അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോട് വരെ കറ്റ മെതിക്കും. ഇസ്രായേൽ മക്കളെ നിങ്ങളെ ഓരോന്നായി പെരുക്കിയെടുക്കും. നിങ്ങളെ ഒന്നൊന്നായി ഒരു സ്തോത്രം വെടിപൊട്ടുന്ന പോലെ പറഞ്ഞു. മുമ്പേ എന്താ ആവർത്തന പുസ്തകം, ഞാൻ നിങ്ങളെ വാരി വിതറും എന്ന് പറഞ്ഞ ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളെ പെറുക്കിയെടുക്കും. വാരി വിതറുന്നവൻ പെറുക്കിയെടുക്കാനും ശക്തനാ. കൈയാട്ടി ഒരു സ്തോത്രം പറഞ്ഞ ശക്തി. ദൈവവിശ്വാസിയായ ഐൻസ്റ്റീനോടാന്ന് തോന്നുന്നു ഒരാൾ വന്ന് ചോദിച്ചു, എങ്ങനെയാ ഈ മരിച്ചവർ ഉയർക്കുന്നതെന്ന് ചോദിച്ചു. മരിച്ചവരെങ്ങനെ ഉയർക്കും? അദ്ദേഹം പറഞ്ഞു, ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. ഇരുമ്പ് കഷ്ണം അത് ഇടിച്ചു പൊടിച്ചു വാരി മണ്ണിലേക്ക് വിതറി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു മാഗ്നറ്റിക് ദണ്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു കാന്തം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് മേളിലൂടെ ഇങ്ങനെ ഓടിച്ചപ്പോൾ മണ്ണിൽ കിടന്നെല്ലാം പും പും ചാടി പിടിക്കാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കണ്ടോ മണ്ണിനടിയിൽ മടയപ്പെട്ട് കിടന്ന ഇരുമ്പയിരിനെ ഒരു കാന്തം മേളോട്ട് ആകർഷിപ്പിച്ച് ഒന്നിച്ച് ചേർത്തെങ്കിൽ സകലത്തെയും നിന്റെ വ്യാപാര ശക്തിയിൽ വഹിക്കുന്ന ദൈവത്തിന് കഴിയത്തില്ലയോ? നീ മനുഷ്യനെ മണ്ണിലേക്ക് മടങ്ങിച്ചേരുവാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരികെ വരെഴുന്നള്ളി ചെയ്യുന്നു. മണ്ണിൽ വിടുന്ന ദൈവത്തിന് നമ്മെ തിരിച്ചു വരുത്താൻ കഴിയും. ഇസ്രായേൽ മക്കളോട് പറഞ്ഞു, നിങ്ങൾ ശവക്കുഴിയിലാണെങ്കിലും ആ കുഴി തുറന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരും. ഏറ്റവും ഉണങ്ങിയ അസ്ഥിത്താഴ്വര നടുവിൽ നിർത്തി പറഞ്ഞു, പ്രവചിക്കാൻ പറഞ്ഞു. അസ്ഥിയോട് ചേരട്ടെ, വലിയ സൈന്യമായി മാറട്ടെ. ഇതൊക്കെ ഇസ്രായേലിൻ്റെ ആസ്ഥാനമാണ്. അപ്പോൾ 3 കാര്യങ്ങൾ അവരുടെ ഒന്നാമത്തെ നേതാവിലൂടെ അറിയിച്ചു. അത് 3 സംഭവിച്ചു. 1 അനുഗ്രഹത്തിൻ്റെ നാളുകൾ, 2 തിരസ്കരണത്തിൻ്റെ കാലം, 3 അവരുടെ യഥാസ്ഥാനത്തിൻ്റെ കാലം സംഭവിച്ചു. ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്കറിയാം ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു. BC 608
അവിടെ ചിതറൽ ആരംഭിക്കുന്നത്. കട്ട് ഷോട്ട് ചെയ്ത് പറയണമല്ലോ, നമുക്ക് സമയം നിർത്തണമല്ലോ. 608 അവരുടെ ചിതറൽ ആരംഭിച്ചു. 528 ആദ്യത്തെ മടങ്ങി വരവ്. BC 528 അവർ വന്നു, ദേവാലയമൊക്കെ പുതുക്കി പണിതു, വീണ്ടും ലോകം മുഴുവൻ പോയി. BC 603 അവർ ഹെരോദാവ് നാടുവാഴിയായിരിക്കുമ്പോൾ, പൊന്തിയോസ് പിലാത്തോസ് റോമൻ ഗവർണർ ആയിരിക്കുമ്പോൾ, യെരുശലേമിൽ ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ ജനം കുറച്ചു പേർ വീണ്ടും വന്നു. അവർ വരാൻ കാര്യമുണ്ടായിരുന്നു. വിശുദ്ധ ബൈബിൾ പറഞ്ഞു, നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതാണെങ്കിലും നിന്നെ മേയിക്കേണ്ടവൻ നിന്നിൽ നിന്ന് വരും. നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം, അതിശയകരമായ വസ്തുത. ലോകം മുഴുവൻ വാരി വിതറപ്പെട്ട ഇസ്രായേൽ ഒരു സർട്ടൻ പീരീഡിൽ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂവിൽ ജനിക്കേണ്ട കാലം വന്നപ്പോൾ അവൻ യഹൂദ ഗോത്രത്തിൽ ജനിക്കണമെന്നും ബേത്ലഹേം എഫ്രാത്തിൽ ജനിക്കണമെന്നും പ്രവചനപ്രകാരം ലോകം മുഴുവൻ ചിതറപ്പെട്ടവർ ആ നാട്ടിലേക്ക് മടങ്ങി വന്നു. നമ്മുടെ കർത്താവ് ഇസ്രായേൽ അവിടെ ജനിച്ചു, അവിടെ വളർന്നു. പക്ഷേ അവർ അവനെ കൈക്കൊണ്ടില്ല, അവർ അവനെ സ്വീകരിച്ചില്ല, അവർ അവനെ തള്ളിക്കളഞ്ഞു. 3 തവണ അവർ അവനെ തള്ളിക്കളഞ്ഞു. അവസാനം അവൻ യെരുശലേമിലേക്കൊരു യാത്ര വന്നു. അവൻ വിളിച്ചു പറഞ്ഞു, യെരുശലേമേ, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ ചേർക്കുന്ന പോലെ നിന്നെ ചേർക്കാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ നിങ്ങൾ പറയും വരെയും നിങ്ങൾ എന്നെ കാണുകയില്ല. അവസാനം നമ്മുടെ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ട് പിലാത്തോസിൻ്റെ അരമനയിൽ ബന്ധനസ്ഥനായി നിൽക്കുമ്പോൾ പിലാത്തോസ് വിളിച്ചു ചോദിച്ചു, വർഷം തോറും ഉത്സവം തോറും ഒരാളെ വിട്ടയക്കുമല്ലോ, ഞാനിപ്പോൾ ആരെ വിട്ടയക്കണം? ഞാൻ ബറവാസിനെ വിട്ടയക്കണോ, യേശുവിനെ വിട്ടയക്കണോ? അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ബറവാസിനെ മതി, യേശുവിനെ വേണ്ട. യേശു ചോദിച്ചു, നിങ്ങളുടെ ഈ മശിഹായെ, നിങ്ങളുടെ രാജാവിനെ ഞാൻ എന്ത് ചെയ്യണം? അവർ പറഞ്ഞു, കൈസറല്ലാതെ മറ്റൊരു നേതാവില്ല. 3 വട്ടം പീലാത്തോസ് ചോദിച്ചു. അതിന് ശേഷം അവരുടെ ആഗ്രഹപ്രകാരം പീലാത്തോസ് ബറബാസിന് വിട്ടുകൊടുത്തു, യേശുവിനെ ക്രൂശിപ്പാൻ ഏൽപ്പിച്ചു കൊടുത്തു. മനസാക്ഷിയുടെ ആക്ഷേപം നിമിത്തം ബറബാസ് വിട്ടുകൊടുത്ത പീലാത്തോസ് വെള്ളമെടുത്ത് പുരുഷാരം കാൺക കൈ കഴുകി, എന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല. യഹൂദ പരീക്ഷകൾ എന്നാ പറഞ്ഞെന്നറിയാമോ? അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെ. പീമ്പിലു സാറ് പണ്ട് വിളിച്ചു പറയുമായിരുന്നു, ഞങ്ങളുടെ മേൽ വരട്ടെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെന്ന് പറഞ്ഞ് യേശു കർത്താവിൻ്റെ രക്തപ്പിഴ അവരുടെ സന്താനത്തിന്മേൽ അവർ വലിച്ചു വെച്ചു. ഭാരമേറിയൊരു കുരിശുമായി നമ്മുടെ കർത്താവ് ഗോൽഗോഥാവിലേക്ക് നടന്നീങ്ങുമ്പോൾ യഹൂദ പുത്രിമാർ കർത്താവിനെ നോക്കി കരഞ്ഞു. കർത്താവ് തിരിഞ്ഞ് എന്താ പറഞ്ഞത്? യഹൂദാപുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലിക്കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലിക്കരവീൻ. ആ കരച്ചിൽ ഇന്നും അവസാനിച്ചിട്ടില്ല, ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുന്നു. യെരൂശലേം ദൈവാലയത്തിൻ്റെ ഒരു കോൺ അവിടെ നിൽപ്പുണ്ട്. ദൈവാലയത്തിൻ്റെ കോണല്ല, മതിലിൻ്റെ കോണ്, വിലാപമതിൽ എന്നാണ് പറയുന്നത്. നിങ്ങൾ വീഡിയോ നോക്കണം. യഹൂദന്മാർ കരയുന്ന കണ്ടിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്നേ അവൻ അടങ്ങിയല്ല, ഇങ്ങനെ തല ഇതിന് മുട്ടിച്ച് ആടിയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. അവൻ കരയുന്ന എന്തെന്നറിയാമോ? മശിഹായേ നീ വരണേ, ഞങ്ങളുടെ മശിഹായേ നീ വരണേ, നീ വരാതെ ഞങ്ങൾക്ക് സമാധാനം ലഭിക്കില്ല. സമാധാനം കൊടുക്കാൻ വന്ന യേശുവിനെ അവർ പിടിച്ച് ക്രൂശിച്ചു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതിയുടെ മേലും വരട്ടെന്ന് പറഞ്ഞ് രക്തപ്പിഴ വലിച്ചു കയറ്റി വെച്ചു. എന്ത് സംഭവിച്ചു? യോസീഫസ് ചരിത്രകാരൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് AD 70 റോമൻ ഗവൺമെൻറ് ഇസ്രായേലിനെ നിരോധിച്ചു, യെരൂശലേമിനെ നിരോധിച്ചു. കീഴടങ്ങാൻ പറഞ്ഞിട്ട് കീഴടങ്ങിയില്ല. വലിയ കിടങ്ങുകൾ കുടിച്ചു. അകത്തുനിന്ന് പുറത്തേക്കും പുറത്തുനിന്ന് അകത്തേക്കും വരാൻ കഴിയാതായി. ഭക്ഷണം നഷ്ടമായി, ഭക്ഷണമില്ലാതായി, വെള്ളം കിട്ടാതായി. ചണനാരുകൾ, ചകരിമത്തകൾ, വൃക്ഷത്തിൻ്റെ തൊലികൾ അവർ തിന്നു.
പട്ടിയെയും പൂച്ചയെയും പുഴുങ്ങി തിന്നു, അവസാനം കുഞ്ഞുങ്ങളെ വരെ തിന്നു. ഈ പുസ്തകത്തിലുണ്ട്, ആവർത്തന പുസ്തകത്തിൽ. പ്ലേഗും ടൈഫോയിഡും ഒന്നിച്ചു പിടിച്ചു, കൂട്ടിയിട്ട് ഡെഡ് ബോഡികൾ കത്തിക്കാൻ തുടങ്ങി. ഒരു നിർവാഹമില്ലാതെ വന്നപ്പോൾ അവർ കീഴടങ്ങി. വെസ്പേഷ്യൻ നേതൃത്വത്തിൽ സൈന്യം യെരുശലേമിലേക്ക് കുതിച്ചു കയറുമ്പോൾ ഒരു പടയാളി തൻ്റെ കയ്യിലെ പന്തം യെരുശലേം ദൈവാലയത്തിന് നേരെ വലിച്ചെറിഞ്ഞു. അഫ്രങ്ങളാലും വൈഡൂര്യങ്ങളാലും രക്തങ്ങളാലും കവിതമായ യെരുശലേം, യഹൂദൻ്റെ അഭിമാന സ്തംഭം, മഹാനായ ശലോമോനാൽ പണി കഴിക്കപ്പെട്ടതും 49 വർഷമെടുത്ത് പുതുക്കപ്പെടുന്നതുമായ യെരുശലേം ദേവാലയം നിന്ന് കത്തി. അതിൻ്റെ സ്വർണവും വെള്ളിയുമെല്ലാം ഉരുകി ആഴത്തിലേക്ക് കണ്ടുപോയി. തുടർന്നവർ ചെയ്തത് ഈ സ്വർണം വീണ്ടെടുക്കാൻ ആനയെ കെട്ടിയ രഥം കൊണ്ട്, ഇതൊക്കെ ചരിത്രമാണ് ഞങ്ങൾ പറയുന്നത്, യെരുശലേം ഉഴുതുമറിച്ചു. നിങ്ങൾ നിമിത്തം യെരുശലേമിനെ വയൽ പോലെ ഉഴുതുമെന്നുള്ള വചനം അവിടെ നിവർത്തിക്കപ്പെട്ടു. ഞാൻ ചവിട്ടി നിൽക്കുന്ന ഈ ഭൂമി മാറും, എൻ്റെ തലയ്ക്കും ഇതിലുള്ള ആകാശം മാറും, ഈ പുസ്തകത്തിലെ വള്ളിയും പുള്ളിയും മാറില്ല. ശക്തിയോട് കൈകൾ ഉയർത്തിയ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാട്ട്. ലോകം മുഴുവൻ ചിതറപ്പെട്ട യെരുശലേം ഇസ്രായേൽ 1948 രാജ്യം സ്ഥാപിച്ചു. ഇതെല്ലാം പ്രവചന നിവൃത്തിയാണ്. ഇസ്രായേൽ രാജ്യം സ്ഥാപിക്കപ്പെട്ടു. മടങ്ങി വരത്തില്ലെന്ന് ചിന്തിച്ച് മടങ്ങി വന്നു. ഞാൻ പല വേദി പറയും, പല വൈറലായൊരു പ്രസംഗമുണ്ട്. അത് സംഭവിക്കത്തില്ലെന്ന് നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി പറയുന്നത് ദൈവം സംഭവിപ്പിക്കും. നിങ്ങൾ സ്തോത്രം പറഞ്ഞില്ല. അതെന്താ? 126 സങ്കീർത്തനമല്ലേ? 28 യഹോവാസിയോ 26 യഹോവാസിയോന്റെ പ്രവാസികളെ മടക്കി വരുത്തിയപ്പോൾ ഞങ്ങൾ സ്വപ്നം കാണുന്നവരെ പോലെയായിരുന്നു. ഞങ്ങളുടെ വായിൽ ചിരിയും ഞങ്ങളുടെ വായിൽ ആർപ്പമുണ്ടായിരുന്നു. എന്താ സ്വപ്നം കാണാൻ കാരണം? പ്രവാസത്തിലേക്ക് പോയി സാജനം മടങ്ങി വരില്ലെന്ന് അവർ ചിന്തിച്ചു. അവരെ പ്രവാസത്തിലാക്കിയവർ ചിന്തിച്ചു, അവരുടെ അയൽക്കാർ ചിന്തിച്ചു, അവരുടെ നാട്ടുകാർ ചിന്തിച്ചു. എന്നാൽ ഇസ്രായേൽ ജനം മടങ്ങി വന്നു. ഇന്ന് രാത്രി യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ പറയാം, നിന്നെ നോക്കി, നിന്റെ തലമുറയെ നോക്കി സംഭവിക്കത്തില്ലെന്ന് നാട്ടുകാർ പറയുന്നത്, അയൽക്കാർ പറയുന്നത്, നിന്റെ കൂടെ ആരാധിക്കുന്നവൻ പറയുന്നത് ദൈവം നിനക്ക് വേണ്ടി സംഭവിപ്പിക്കോ. ശക്തിയോട് കരമടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്ത്. യേശുവിൻ നാമത്തെ പറ, സംഭവിക്കും, അത് സംഭവിക്കും, അത് സംഭവിക്കും. ഇസ്രായേൽ ജനം മടങ്ങി വന്ന് രാജ്യം സ്ഥാപിച്ചു 1948. അപ്പോൾ ഞാൻ പറഞ്ഞു, 70,000 വരുന്ന യഹൂദൻ ജനം 10 കോടിയിൽ വരുന്ന അറബികളുടെ നടുവിൽ രാജ്യം സ്ഥാപിച്ചു. ബോംബർ വിമാനങ്ങളില്ല, യുദ്ധവിമാനങ്ങളില്ല, ആധുനിക സൗകര്യമൊന്നുമില്ലാത്തപ്പോൾ അവരെ ആക്രമിക്കുവാൻ സൗദി അറേബ്യ ഉൾപ്പെടെ നാസറിന്റെ നേതൃത്വത്തിൽ അവരെ ആക്രമിക്കാൻ വന്നു. അന്ന് മുമ്പ് ഞാൻ പറഞ്ഞു, വരുവീൻ ഇസ്രായേൽ ഒരു ജാതിയായിരിക്കാതെ മുടിക്കാമെന്ന് പറഞ്ഞു വന്നു. ആ യുദ്ധം 6 ദിവസമേ നീണ്ടുള്ളൂ. ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുമ്പോൾ ഇസ്രായേലിയ റേഡിയോയിലൂടെ യഹൂദ റബിമാർ ഒരു വാക്യം ഇങ്ങനെ 1 മണിക്കൂർ ഇടവിട്ട് ഉദ്ധരിച്ചുകൊണ്ടിരുന്നു. ആ വാക്യം ഇവിടെ വായിച്ചു കേൾപ്പിക്കാം. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 14-15 വാക്യങ്ങളാണ്. ഓരോ മണിക്കൂർ ഇടവിട്ട് ഇസ്രായേൽ പട്ടാളക്കാർക്ക് ധൈര്യം നൽകുവാൻ ഇസ്രായേൽ റേഡിയോ വായിച്ച വാക്യം വായിച്ചോ. ആമോസിന്റെ പ്രവചനം 9-ാം അധ്യായം 14-ാം വാക്യം. ഇസ്രായേലിന്റെ പ്രവാസികളെ മടക്കി വരുത്തും, ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങളെ ഞാൻ എന്റെ പ്രവാസികളെ മടക്കി വരുത്തും, ശൂന്യമായി പോയ പട്ടണങ്ങളെ അവർ പണിതു പാർക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ വീഞ്ഞു കുടിക്കുകയും തോട്ടങ്ങൾ ഉണ്ടാക്കി അവയിലെ ഫലം അനുഭവിക്കുകയും ചെയ്യും. അടുത്ത വാക്യം, കയ്യൊന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞോട് പറ, ഞാനവരെ കൈ ഉയർത്തച്ച, ഞാനവരെ അവരുടെ ദേശത്ത് നടും. അടുത്ത വാക്യം, ഇനിയും ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്ന ദേശത്ത് നിന്ന് അവരെ ഇനി ആരും പറിച്ചു കളയില്ല. ഒന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചേ. ഇതാ വചനം, ഇനിയും പറിച്ചു കളയില്ല. ഞാൻ നടും, ഇനിയും പറിച്ചു കളയില്ല. ദൈവം നട്ടാൽ ആർക്കും പറിക്കാൻ കഴിയില്ല. ദൈവം നിന്നെ പണിതാൽ ആർക്കും ഇടിപ്പാൻ കഴിയില്ല. ദൈവം നിന്നെ നിർത്താൻ തീരുമാനിച്ചാൽ ആർക്കും കുലുക്കാൻ കഴിയില്ല. തിരിച്ചൊരു പദമുണ്ട്, ദൈവം കുലുക്കാൻ തുടങ്ങിയാൽ ആർക്കും നിന്നെ നിർത്താനും കഴിയില്ല. ദൈവം പറിക്കാൻ തീരുമാനിച്ചാൽ ആർക്കും നടാൻ കഴിയില്ല. രാത്രിയിലെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പറയാം, ദൈവം നമ്മളെ നടും. അവർ പാടി 6 ദിവസം കൊണ്ട് യുദ്ധം അവസാനിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, ഇനിയും പറയില്ല. ഇതിൻ്റെ ഇസ്രായേലിൻ്റെ സർവ്വസൈന്യാധിപനിയുടെ പറഞ്ഞു, ഞങ്ങളെ കെട്ടിച്ചിട്ട് ഇനി എല്ലാവരും കൂടെ ഇവിടെ വാഴാമെന്ന് ചിന്തിക്കണം. ഞങ്ങൾ പോകേണ്ടി വന്ന എല്ലാറ്റിനെയും തൂത്തുവാരി ഞങ്ങൾ കൊണ്ടുപോകുന്നു. അതിൻ്റെ എല്ലാ സാധനമുണ്ട് അവിടെ. ദൈവത്തിൻ്റെ വചനം എത്ര ക്ലിയറാണ്. ഞങ്ങൾ എന്തിനാ ഇത് പറയുന്നറിയാമോ? ഈ വേദപുസ്തകം പറഞ്ഞതൊക്കെ സംഭവിച്ചെങ്കിൽ ഇനിയുള്ളതും സംഭവിക്കും.
കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധർ ഉയർക്കും, ജീവനോട് ശേഷിക്കുന്ന രൂപാന്തരം പ്രാപിക്കും. പ്രത്യാശയുള്ളവൻ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്. ഇസ്രായേൽ ജനത്തെ എങ്ങനെ കൊണ്ടുവരുമെന്ന് ഈ പുസ്തകമുണ്ട്. അതുകൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്താൽ നമുക്ക് ആരാധിച്ച് നിർത്താം. എങ്ങനെ മടങ്ങി വരും? യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 4-ാം വാക്യം വായിച്ചാട്ട്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം. ഇതൊക്കെ ഇന്നലെ എഴുതി വെച്ചതല്ല, എത്രയോ വർഷം മുമ്പ് ഇസ്രായേൽ ജനത എങ്ങനെ മടങ്ങി വരും? യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 4-ാം വാക്യം വായിക്കാം. യെശയ്യാ ചാപ്റ്റർ 16:4 വായിക്കാം. നീ തലപൊക്കി ചുറ്റും നോക്കുക, അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിന്റെ അടുക്കൽ വരുന്നു. നിന്റെ പുത്രന്മാർ ദൂരത്തുനിന്ന് വരും, നിന്റെ പുത്രിമാരെ പാർശ്വത്തിങ്കൽ വഹിച്ചുകൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിന്റെ ഹൃദയം പിടിച്ച് വികസിക്കും. 8-ാം വാക്യം. മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകൾക്ക് പ്രാക്കളെ പോലെയും പറന്നു വരുന്ന ഇവരാ ദൂരത്തു നിന്ന് നിന്റെ മക്കളെ അവരുടെ പൊന്നും വെള്ളിയുമായി നിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് അവൻ നിന്നെ മഹത്വപ്പെടുത്തിയിരിക്കൊണ്ട് ഇസ്രായേലിന്റെ പരിശുദ്ധനെ കൊണ്ടുവരേണ്ടതിന് ദ്വീപവാസികളും തർശീസ് കപ്പലുകൾ ആദ്യമായും എനിക്കായി കാത്തിരിക്കുന്നു. എത്ര ക്ലിയർ ആണ് അതവിടെ വായിച്ചത്. ഇസ്രായേൽ മക്കൾ ലോകത്ത് മുഴുവൻ ചിതറപ്പെട്ടവൻ എങ്ങനെ വരും? പാർശ്വത്തിൽ വഹിച്ചു കൊണ്ടുവരും, മേഘം പോലെ വരും, പ്രാക്കളെ പോലെ പറന്നു വരും, തർശീഷ് കപ്പലിൽ വരും. തർശീഷ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. കർത്താവിൻ്റെ വിലയേറിയദാസൻ കെ എബ്രഹാം സാർ എഴുതിയ മഹത് പ്രവചനം എന്നൊരു പുസ്തകമുണ്ട്, ഇസ്രായേലിനെ കുറിച്ചുള്ളതാണ്. അതിൽ അദ്ദേഹം ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. യോപ്പാ തുറമുഖത്ത് വന്നെടുക്കുന്നൊരു കപ്പൽ, ആ കപ്പലിൻ്റെ പേര് ഗ്രേറ്റ് ബ്രിട്ടൻ ആയിരുന്നു. 1948 ലോകം മുഴുവൻ ആളുകളെ കൊണ്ടുവരുമ്പോൾ ആ കപ്പൽ ബ്രിട്ടീഷ് തർശീഷ് ആദ്യമായി, അങ്ങനെയല്ലേ സിസ്റ്റർ വായിച്ചേ, ആദ്യമായി ദ്വീപവാസികളും തർശീഷ് കപ്പലുകളും ആദ്യമായി എന്തോ പ്രവചനമാണ്. ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന തർശീഷ് എന്ന ഗ്രേറ്റ് ബ്രിട്ടൻ എന്ന കപ്പലിൽ ദൈവം തമ്പുരാൻ അവനെ കൊണ്ടിറക്കി. പിന്നെ എങ്ങനെ വരുമെന്നാ പറഞ്ഞേ? പ്രാക്കളെ പോലെ, മേഘം പോലെ, പാർശ്വത്തിൽ എടുത്തുകൊണ്ടുവരും, പ്രാക്കളെ പോലെ പറന്നു വരും. ഇതെന്നാ എഴുതി വെച്ചേ? റൈറ്റ് സഹോദരന്മാരാണ് വിമാനം കണ്ടുപിടിച്ചത്. മനുഷ്യൻ ആകാശത്തൂടെ പറക്കുന്ന പക്ഷികളെ എന്നെ ശ്രദ്ധിച്ചിരിക്കൂ, നിർനിമേഷമായി നോക്കിയുന്ന കാലഘട്ടമുണ്ട്. പറക്കാൻ കഴിയുമെന്ന് മനുഷ്യൻ സ്വപ്നം കണ്ടില്ല. പക്ഷെ റൈറ്റ് സഹോദരന്മാർ ജനിക്കും മുമ്പ്, ആകാശത്തൂടെ പറക്കുന്ന മനുഷ്യൻ സ്വപ്നം കാണും മുമ്പ് ഈ വിശുദ്ധ ബൈബിൾ വിളിച്ചു പറഞ്ഞു, ലോകം മുഴുവൻ ചിതറപ്പെട്ട ഇസ്രായേൽ പാർശ്വത്തിൽ വഹിച്ചു കൊണ്ടുവരും, പ്രാക്കളെ പോലെ പറന്നു വരും, മേഘം പോലെ പറന്നുയരും. ഈ രാത്രി ഞങ്ങൾ നെടുങ്ങാട് പള്ളിക്കാരോട് പറയാം, ഇത് സംഭവിച്ചെങ്കിൽ ഇനിയുള്ളത് സംഭവിക്കും. കാഹളം ധ്വനിക്കും, മരിച്ച വിശുദ്ധരുയർക്കും, ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ശക്തിയോടെ കൈകൾ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച വിശുദ്ധ ബൈബിൾ പറഞ്ഞതെല്ലാം സംഭവിക്കും. വേദപുസ്തകം ഒരിക്കൽ പറഞ്ഞത് മുഴുവനും അസാധ്യമായതായിരുന്നു, സംഭവിപ്പാൻ കഴിയാത്തതായിരുന്നു, വിശ്വസിക്കാൻ കഴിയാത്തതായിരുന്നു. പക്ഷെ അതെല്ലാം സംഭവിച്ചു. ഒത്തിരി പ്രവചനം പറയേണ്ടതുണ്ട്. അതിലൊരു കാര്യം നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായം നമ്മൾ വായിച്ചാൽ 2 സാക്ഷികൾ ആന്റി ക്രൈസ്റ്റിന്റെ വാഴ്ചയിൽ കർത്താവിന്റെ സഭയോട് നിറുത്തുകൊള്ളപ്പെട്ട കാലം മഹോദരം ആരംഭിക്കും. ഇന്ന് 2 സാക്ഷികൾ വരും. പത്രോസ്, ആരൊക്കെയാണത്? 2 സാക്ഷികൾ, ഏലിയാവും മോശയും ഏലിയാവും. 7-ാം വാക്യം സിസ്റ്ററെ, 11:7. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം, അതൊക്കെ ശ്രദ്ധിക്കേണ്ടതാ, അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം. അതായത് 2 ഭക്തന്മാർ, അന്ന് 2 സാക്ഷികൾ, 2 പ്രവാചകരെ ഇവിടെ ഉള്ളൂ, 2 സുവിശേഷകരെ ഉള്ളൂ. ആരുടെ വാഴ്ചക്കാലം? ആന്റി ക്രൈസ്റ്റിന്റെ വാഴ്ചക്കാലം. ആ കാഴ്ചക്കാലത്ത് 2 പേരേ ഉള്ളൂ. പക്ഷെ അവരുടെ ശുശ്രൂഷ തീരാതവരെ തൊടാൻ അവന് കഴിഞ്ഞില്ല. ദൈവദാസന്മാരെ, നിന്റെ ശുശ്രൂഷ തീരാൻ നിന്നെ തൊടാൻ പിശാചിന് കഴിയില്ല. ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറ. വായിക്ക. ശുശ്രൂഷകാലം തികഞ്ഞ ശേഷം വായിച്ചു. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ച് കൊന്നുകളയും. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും ആത്മീകമായി സോദോം എന്നും മിസ്രയീം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും. സകല വംശക്കാരും സകല ഗോത്രക്കാരും സകല ഭാഷക്കാരും സകല ജാതിക്കാരും അവരുടെ ശവം 3 ഇസ്രായേൽ ഒരു ജാതിയല്ല ഉള്ളോ, സകല ജാതിക്കാരും സകല ഭാഷക്കാരും സകല ഗോത്രക്കാരും ആരുടെ ശവം കാണും? ഇസ്രായേലിൽ കിടക്കുന്ന മോശയുടെയും ഏലിയാവിന്റെയും ബോഡി കാണും.
എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്ന 3.5 ദിവസം അവിടെ ഡെഡ് ബോഡി അടക്കാൻ സമ്മതിക്കില്ല. 3.5 ദിവസം കഴിഞ്ഞ് ഇവിടെ കയറി വരുമെന്ന ശബ്ദം കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിടെ മേൽ വന്നവർ എഴുന്നേറ്റ് നിൽക്കും, കാലൂന്നി നിവർ നിൽക്കും. ഇവിടെ കയറി വരുന്ന ശബ്ദത്തിങ്കൽ അവർ എടുക്കപ്പെടും. പെട്ടെന്ന് ഭൂമി കുലുക്കങ്ങൾ ഉണ്ടാകും. ലോകം മുഴുവൻ കണ്ട് പരിഭ്രാന്തരാകും. കേട്ടോണം മുണ്ടിയ നെടുങ്ങാടപ്പള്ളിക്കാരെ, ഇതുവരെ സംഭവിക്കാത്തതിന് സംഭവിക്കാൻ പോകുന്നൊരു കാര്യം എഴുതി വച്ചിരിക്കുക. എന്താ എഴുതിയത്? യെരൂശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി, ഭക്തന്മാരുടെ പ്രവാചകരുടെ ഡെഡ് ബോഡി സകല ഭാഷക്കാരും സകല ഗോത്രക്കാരും കാണുമെന്ന്. കാണുമോ? ഉറക്കം പറ. അയ്യോ, ഒന്ന് ഉറക്കം പറയുന്ന നെടുങ്ങാടപ്പള്ളിക്കാർ കാണുമോ? ഇപ്പം കാണുമെന്ന് പറയാ. പണ്ട് നോ ടി വി, നോ ലൈവ് ടെലികാസ്റ്റ്, നോ വാട്സാപ്പ്, നോ ഫേസ്ബുക്ക്. ഇൻ്റർനെറ്റ് കണ്ടുപിടിക്കും മുമ്പ്, ടി വി കണ്ടുപിടിക്കും മുമ്പ് നമ്മുടെ പാവപ്പെട്ട അപ്പച്ചന്മാർ, 2ാം ക്ലാസ് മാസ്റ്ററുള്ളവർ ലോകം മുഴുവൻ വിളിച്ചു പറഞ്ഞു, യെരൂശലേമിൽ കിടക്കുന്ന പ്രവാചകന്മാരുടെ ബോഡി ലോകം മുഴുവൻ കാണും. പാസ്റ്ററെ, ചിലരൊക്കെ ചോദിച്ചു ഏത് ഓന്തനാടാ ഇത് എഴുതി വെച്ചതെന്ന്. യെരൂശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി അന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ കഴിയുമോ? പക്ഷെ ടി വി ഇല്ല, ലൈവ് ടെലികാസ്റ്റ് ഇല്ല. ഒരു സാധ്യതയില്ല, റേഡിയോ പോലുമില്ല. ഭ്രാന്തന്മാരെ പോലെ, പൊട്ടന്മാരെ പോലെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ ദൈവത്തിന്റെ വചനം പറയുന്നു, യെരൂശലേമിൽ കിടക്കുന്ന ബോഡി ലോകം മുഴുവൻ കാണും. ഒരു സ്വോത്ര ശക്തിയോട് പറ. ഇങ്ങനെ പോഷന്മാര് പട്ടിണി കിടന്നും മുണ്ടുമുറുക്കി കൊടുത്തും പേപ്പട്ടിയെ പോലെ തല്ലുമേടിച്ചും വളർത്തിയ പ്രസ്ഥാനമായത് നീ എല്ലാം കൂടെ നശിപ്പിക്കരുത്. അമ്മേ മേണെ പറഞ്ഞാൽ മതി. ഇത് പട്ടിണി കിടന്ന് വളർത്തിയ പ്രസ്ഥാനമാണ്. മുണ്ടുമുറുക്കി എടുത്ത് അടി മേടിച്ച് പട്ടിയെ പോലെ ഓടിച്ചിട്ട് തല്ലു മേടിച്ച് ഈ അഭിഷക്തന്മാർ കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിയതാ. നീ എല്ലാം കൂടെ നശിപ്പിക്കല്ലെന്ന് ഞാൻ ഒന്നുകൂടെ വിളിച്ചു പറയാ. അവർ വിളിച്ചു പറഞ്ഞു, ലോകം മുഴുവൻ കാണും. ഒരു സാധ്യതയില്ല. നിന്നോട് പരിശുദ്ധാത്മാവിൽ പറ. ഓരോ ദൂതും ദൈവാത്മാവില. ദൈവം നിന്നോടൊരു ദൂത് പറഞ്ഞാൽ ഒരു സാധ്യതയുമില്ലെങ്കിലും പറഞ്ഞത് സർവശക്തനാകയാൽ അത് സംഭവിച്ചിരിക്കും. കൈയടിച്ച ശക്തിയോട് സ്തോത്രം പറഞ്ഞു പറ, എന്റെ ദൈവം പറഞ്ഞോട് സംഭവിക്കും. സംഭവിക്കും, സംഭവിക്കും. അങ്ങനെ ഇരുന്നപ്പോൾ എന്തോ കണ്ടുപിടിച്ചു, ടി വി കണ്ടുപിടിച്ചു. പാസ്റ്ററെ, ടി വി കണ്ടുപിടിച്ചപ്പം നമ്മുടെ ദൈവമക്കളൊക്കെ ടി വി വാങ്ങി. എന്തോ പറഞ്ഞാൽ വാങ്ങിയെന്നറിയാ വെച്ചാൽ യെരൂശലേമിൽ കിടക്കുന്ന വിശുദ്ധന്മാരെ കാണാൻ. അതിൻ്റെ അർത്ഥം എന്താ? നമ്മളിവിടെ കിടക്കുമെന്നല്ലേ. ഓക്കെ, നമ്മളെന്തിനാ ടി വി വാങ്ങി? ഓണം വരാൻ മൂലം വേണ്ടേ? നമ്മളെന്തിനാ ടി വി വാങ്ങിയേ? നമ്മൾ അച്ചായൻ പറഞ്ഞതാ കറക്റ്റ്. നമ്മൾ വാങ്ങിയത് കെസിയോണും ബാബു ചെറിയാനും ബി മോനച്ചനും ബാജു മേത്രയും അങ്ങനെ ദൈവദാസന്മാർക്ക് ഒത്തിരി ഉണ്ടല്ലോ, അവരൊക്കെ പ്രസംഗിക്കുമല്ലോ, വല്ലപ്പോഴൊക്കെ വലനം കേൾക്കാമെന്നും പറഞ്ഞാൽ വാങ്ങിയേ. ഇപ്പം എന്തോ കാണുന്നേ? നേരെ സന്ധ്യ ആകുമ്പം തുറന്നിട്ടോണ്ട് ടിഷ്യൂ പേപ്പറും എടുത്ത് കണ്ണുനീരൊപ്പുക. കരയാങ്ങ് കണ്ണുനീർ, അമ്മമാരൊക്കെ അങ്ങ് കണ്ണുനീര് വീഴ്ത്തുക. എങ്ങനെ ഒളിച്ചോടാമെന്ന് പഠിപ്പിക്കുക പിള്ളേരെ. നേരെ സന്ധ്യ ആകുമ്പോൾ ഇതൊക്കെ ഇത് പറയണം. അതുകൊണ്ട് ഇത് റിപ്പീറ്റേഷൻ എനിക്കറിയാം, പല വേദിയിൽ ഞാൻ ഇത് പറയാം. ഇപ്പം ഇത് പറഞ്ഞില്ല ഒക്കെ ഇല്ലെന്നേ. നേരെ സന്ധ്യ ആകുമ്പം പിള്ളേരെ വിളിച്ചെടുത്തിട്ട് വന്ന് പാട്ട്, ലോകത്തിൻ താകുകൾ നീങ്ങിപ്പോയി ഇടുമ്പോൾ ഒന്ന് പാടുന്നേ, ലോകക്കാരെല്ലാരും. എന്തോ മനോഹരമാ പാട്ട് പാടി പ്രാർത്ഥിക്കുക. അത്താഴം കൊടുക്കുമായിരുന്നോ? തന്നോ? CSO CMSO യാക്കോ മർത്തോമ എന്ത് പാട്ട്? സന്ധ്യക്കിരുന്ന് പാട്ടാൽ കിട്ടുമോ? രാവിലെ ആകുമ്പോൾ 5 മണിക്ക് വെള്ളം ഒഴിപ്പിച്ചോട്ട് വിളിയുണ്ട്. തലവര കൊണ്ടുവന്ന് ഉറക്കി കിടക്കും, വെള്ളം ഒഴിപ്പിച്ച് ഇല്ലയോ മാസ്റ്ററെ വിളിച്ചുകൊണ്ടിരുത്തി. അന്ന് പെന്തക്കോസിലൊന്നും ആയിട്ടല്ല, ഇരുത്തി. കൊടുങ്കാറ്റുണ്ടി വനദേശത്ത് പ്രിയനേ എന്നെ വിടല്ലേ, കൊടുങ്കാറ്റുണ്ടി. പഠിക്കേ, അറിയാവെന്നറിയട്ടെ.
പ്രിയനേ എന്നെ വിടല്ലേ, കൊതിയോടു ഞാൻ നഗ്നനായി ഞാൻ ലോകത്തിൽ വന്നു, നഗ്നനായി തന്നെ പോകുമേ, നഗ്നനായി ഞാൻ ലോകത്തിൽ എനിക്കില്ല യാതൊന്നും എൻ്റെ ഉണ്ടോ. രാവിലെ വിളിച്ചോണത്തി ഇതാ പാടി കേൾപ്പിക്കുന്നത്. മക്കളെ നഗ്നനായി നഗ്നനായി പോവും. പ്രശംസിക്കാനും പുകഴാനും ഒന്നുമില്ല. ഇതൊക്കെ പാടിയത് വേഴ്സ് വിവിൽ നിന്ന് പഠിച്ചതല്ല, സിയോങ്കിതാവിൽ നിന്ന് പഠിച്ചതല്ല. അപ്പന്മാർ പാടി കേട്ട് പഠിപ്പിച്ചു. ദൈവത്തിൻ്റെ കൃപയാ കേരളത്തിൽ ഏറ്റവും അധികം ദൈവകൃപ. ഇപ്പോൾ ഞാൻ ശുശ്രൂഷ നടത്തുന്നുണ്ട്, നിങ്ങൾക്കറിയാം. ഞാൻ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ ചോദിക്കും, ഇത് പറയണം നിർബന്ധിച്ചുകൊണ്ട് ഞാൻ പറയാറുണ്ട്. രാവിലെ ഈ അടുത്ത സമയത്ത് ഞാൻ ചോദിച്ചാൽ രാവിലെ പിള്ളേരോട് ഇരുന്ന് വേദവസം വായിച്ച് പ്രാർത്ഥിച്ചോട് ഒരു വലിയ കല്യാണത്തിന് ഞാൻ ചോദിച്ചതാണ്. അവിടെ ഉണ്ടോ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ ഒരെണ്ണം കൈപോക്കിയില്ല. സത്യം പറഞ്ഞില്ല. ഏതായാലും ഒരെണ്ണം പിള്ളേരുടെ കൂടെ ഇരുന്ന് ഞാൻ ചോദിച്ചോണ്ടാണ്. മനസ്സിലായില്ലേ? 5 മണിക്ക് എഴുന്നേക്കുമായിരുന്നു. ഇപ്പം അവിടെ എഴുന്നേക്കുന്നത് 5 മണിക്ക്. മൊബൈലുണ്ടോ? ആ, ഇവൻ ഉറങ്ങാൻ പോകുന്ന 3 മണിക്കാണ്. പുതപ്പിൻ്റെ കയറി കിടക്കുന്നതിലും വേറെ പ്രയോഗമാണ്. പ്രയോഗം മുഴുവൻ ഇതല്ല: കുത്തലേ തൂപ്പലേ തുടയ്ക്കൽ, കുത്തലേ തൂപ്പലേ തുടയ്ക്കൽ. ഇതല്ല പ്രയോഗം. അവൻ കിടക്കാൻ പോകുന്ന 3 മണിക്കാണ്. പിന്നെ 5-ന് എഴുന്നേക്കുന്നത്. കുടുംബ പ്രാർത്ഥനയുണ്ടോ? വിളിച്ചൊന്ന് ചോദിക്കണേ. മക്കളൊക്കെ ഉണ്ടല്ലോ, കുവൈറ്റിലും സൗദിയിലും ദോഹയിലും ഇംഗ്ലണ്ടിലും ഓസ്ട്രേലിയയിലും ഒക്കെ ഇല്ലേ? ഒന്ന് ചോദിക്കണം, കുടുംബ പ്രാർത്ഥനയുണ്ടോ എന്ന്. എവിടെ മലയാളി ഉണ്ടോ അവിടെ എല്ലാം ഞാൻ പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം. ഇല്ലാതെ പോയത് എന്താ? കുടുംബ പ്രാർത്ഥന. നമ്മുടെ നിലനിൽപ്പ് കുടുംബ പ്രാർത്ഥനയിലാണെന്ന് മറക്കരുത്. തലമുറ വിളിച്ച്, മക്കളെ കുറച്ച് ഡോളർ മതി, കുറച്ച് പൗണ്ട് മതി, കർത്താവിനെ വിട്ടുള്ള ഒന്നും വേണ്ടെന്ന് പറഞ്ഞോണം. ഇത്ര പേർക്ക് സ്തോത്രം ശക്തിയോട് പറയാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പോഴെല്ലാം ആയി. TV വന്നു, പിന്നെ ലൈവായി. ഇത് ലൈവായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ മെസ്സേജുകൾ ഇവിടെ ഇരിക്കുന്നതിൻ്റെക്കാൾ 10 മടങ്ങാണ്. ഇതുകൊണ്ട് ഒത്തിരി ഗുണമുണ്ട്. എൻ്റെ ഈ ലൈവ് ഒത്തിരി കട്ടിങ് വരുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഇന്നലെ എങ്ങാണ്ട് ഒരെണ്ണം വന്നു, 1,00,000 ആളുകൾ കണ്ടേക്കുന്നു. റാന്നിയിലെങ്ങാണ്ട് പ്രസംഗം ഞങ്ങളുടെയൊക്കെ വരുന്നുണ്ട്. ഒത്തിരി നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അല്ലേ? കാണുന്നുണ്ട്. അങ്ങനൊരു ഗുണമുണ്ട്. കാലങ്ങൾ കഴിഞ്ഞാലും കാണാം. പിന്നെ വേറൊരു ഗുണമുള്ളത്, ഈ ദൈവമക്കളെല്ലാം ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചില ഉറങ്ങി താഴെ വീഴും. അത് ലൈവായിട്ട് അങ്ങ് പോവും. മനസ്സിലായില്ലേ? ജനം ഇങ്ങനെ ആരാധിക്കുമ്പോഴാണ് ഉദ്ദേശിച്ച് താഴോട്ട് ഉറങ്ങി വീഴുന്നത് കേട്ടോ. ലൈവ് പോവാ അമ്മമ്മയെ വായിക്കോട്ടെ എങ്ങനെ വിടുന്നത്. അമേരിക്കയിൽ നിന്നുകൊണ്ട് മോൻ കാണും. സ്തോത്രം. അപ്പം വല്ലതും മനസ്സിലായതേ 2 എണ്ണം വെച്ചേക്കുക. അത്ര കാലം കഴിയാനും കാണാം. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ 2 തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പമാണ് ഈ സാധനം. ഓവിവാനും വേണ്ട, പണ്ടെന്തോ വേണമായിരുന്നു ലൈവ് കൊടുക്കണേ. നല്ല സംവിധാനത്തിൽ ഇട്ടുകൊണ്ടിരിക്കുക. ഇതൊന്നും ഇവിടെ ഇല്ലേലും ഇതിന്ന് ഓണാക്കി അവിടെ 2 തീപ്പെട്ടിക്കൂടിൻ്റെ വലിപ്പമുള്ള അങ്ങോട്ട് വെച്ചാൽ മതി. ഇവിടെ നടക്കുന്ന ലോകം മുഴുവനെത്തും. യെരുശലേമിൽ കിടക്കുന്ന ഡെഡ് ബോഡി ലോകത്തിലെ സകല ഭാഷക്കാരും സകല വംശക്കാരും കാണുമെന്ന് ദൈവത്തിന് വനം പറഞ്ഞപ്പം ഏതോ കാട്ടിന് എഴുതി വെച്ചെന്ന് ചോദിച്ചെങ്കിൽ ലോകം മുഴുവൻ നിൻ്റെ പോക്കറ്റിൽ ചാടിക്കൊണ്ടിരിക്കുന്നു. അതാത് സെക്കൻഡുകൾക്കുള്ളിൽ ലോകം മുഴുവൻ നടക്കുന്ന കാര്യങ്ങൾ നിനക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന അനർത്ഥം യേശു മടങ്ങി വരാറായി, കാഹളം ധ്വനിക്കാറായി. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും യേശു വരും. കാഹളം ധ്വനിക്കും. മരിച്ച വിശുദ്ധർ ഉയർക്കും. ജീവനോട് ശേഷിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. ശക്തിയോടെ കരങ്ങൾ ഉയർത്തിയാട്ടി സ്തോത്രം പറയും. റാപ്ചർ ഒരുമിച്ചെന്ന് പറ. കർത്താവ് താൻ പ്രധാന ദൈവദൂത ശബ്ദത്തോടെ കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം അവരോടൊരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ ഒരു പറ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം ഒരുമിച്ച് കർത്താവിനോട് ആയിരിക്കും. റാപ്ചർ എന്നൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ അതില്ലെന്ന് പറയാൻ തുടങ്ങി പെന്തക്കോസുകാർ ചിലർ.
റാപ്ചർ എന്ന പണി ഇല്ലെന്ന്. ഒരു മർമ്മം ഞാൻ നമ്മൾ പറയാം, നമ്മളെല്ലാവരും നിദ്ര കൊള്ളുകയില്ല. പെട്ടെന്ന് അന്ത്യകാഹളനാദത്തിങ്കിൽ കണ്ണിമക്കളിൽ നമ്മൾ രൂപാന്തരം പ്രാപിക്കും. ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവനെ എടുത്തുകൊണ്ടതിനാൽ ഒന്ന് പറ ദൈവമക്കളെ കേട്ടോ. കുറച്ച് പേര് കാണാതാകും, നാട്ടുകാരെ കുറച്ച് പേര് കാണാതാകും. അമേരിക്കയിലൊക്കെ ചില കാറിൻ്റെ പുറകിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഈ കാർ ഓടിക്കുന്ന ഡ്രൈവർ ഏത് നിമിഷവും അപ്രത്യക്ഷനാകാമെന്ന്. സൂക്ഷിച്ച് വരണമെന്ന് എൻ്റെ പുറകിൽ. യോഗം കഴിഞ്ഞാണ് കാഹളം ധ്വനിക്കുന്നതെങ്കിൽ പോകുന്ന പോക്കി കാഹളം ധ്വനിച്ചാൽ കാറും ബൈക്കും ഒക്കെ ഇട്ടിട്ടങ്ങ് പോവും. അതോ നിങ്ങൾ കൊണ്ടുപോകും, ഇരിപ്പ് കണ്ടിട്ട് കൊണ്ടുപോകും തോന്നുന്നു. അപ്പം കാഹളം ധ്വനിക്കുന്നെന്ന് ഗുണപ്പെടാത്തവർക്ക് ഇഷ്ടം പോലെ കാറും ബൈക്കും ഒക്കെ കിട്ടും. പക്ഷേ ഈ കാറൊന്നും നിർത്തിയിട്ടിട്ടല്ല പറഞ്ഞത്, ആക്സിഡൻ്റ് എന്ന് കാലെടുക്കും, സീറിൽ നിന്ന് കൈയെടുക്കും, ഫുമ്മെന്നൊരൊറ്റ പോകാം. സ്വതന്ത്രം ഇത് കൺക്ലൂഡ് ചെയ്യണമല്ലോ, നിർത്തണ്ടേ. ഇങ്ങനെ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്ന അറിഞ്ഞുകൊള്ളുകയും. യേശു വരും. നീ വിശ്വസിച്ചാലും ഇല്ലേലും യേശു വരും, നീ അംഗീകരിച്ചാലും ഇല്ലേലും യേശു വരും. കർത്താവാരെ ഒരുക്കി കൊണ്ടുപോകാൻ വരുന്നില്ല, ഒരുങ്ങി നിൽക്കുന്നവരെ ചേർക്കാൻ വരും. കർത്താവാരെയും കാത്തു നിന്ന് കൊണ്ടുപോകില്ല, കാത്തു നിൽക്കുന്നവരെ ചേർക്കാൻ യേശു വരും. ഇമ്മിനൻ്റ് ആയിരിക്കും. ലോകത്തിലെ പല കാര്യവും നടന്നെങ്കിൽ ഇത് നടക്കും, കാഹളം ധ്വനിക്കും. ഞാനൊരു സംഭവം പറഞ്ഞ് നിർത്താം, കാരണം നമുക്കൊന്ന് ഞാൻ പലയിടത്തും ഇത് പറയുന്ന എൻ്റെ കാര്യം പറഞ്ഞ് തുടങ്ങാം. ഇങ്ങോട്ട് നോക്കിയേ, ഇതുവരെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആരെക്കുറിച്ചാണ്? കർത്താവിൻ്റെ വരവിനെ കുറിച്ചാണ്. ഇതിനി മിനിറ്റുകളേ ഉള്ളൂ. പ്രാർത്ഥിച്ച ആശീർവാദം പറയും മുമ്പ് ഇപ്പോൾ കർത്താവ് വന്നെന്നിരിക്കട്ടെ. കാഹളം ധ്വനിച്ചു. ഇവിടെ ഇരുന്ന് ഏതാണ്ട് ഒരു 60% പോയെന്നിരിക്കട്ടെ, ബാക്കി 40 ഇവിടെ ഇരുന്നു. ആ കൂട്ടത്തിൽ ഞാനും ഈ മൈക്കും കൊണ്ട് ഇവിടെ നിന്നാലോ? ഇതുവരെ എന്താ പ്രസംഗിച്ചത്? ബാക്കി 40% എന്നെ ഞോണ്ടിക്കൊല്ലും. ഇതോടും ഇയാൾ പ്രസംഗിച്ച് പണ്ട് ചോദിച്ചാൽ പറഞ്ഞ പോലെ അത് കേട്ടിട്ടുള്ള. കൺവെൻഷന് വരത്തില്ല, വാസപ്രാർത്ഥനയ്ക്ക് വരത്തില്ല, സഭായത്തിന് വരത്തില്ല. എന്നാച്ചാ വരാഞ്ഞേ? വന്നില്ലെന്നേ ഉള്ളൂ. ഇവിടെ കർത്താവ് വരും, വിശുദ്ധന്മാർ പോവും. നാട്ടുകാരൊക്കെ പറയും ചാക്കോച്ചൻ പോയി, മറിയാമ്മ പോയി, കറിയാമ്മോച്ചൻ പോയി, ഇയാളെന്താ പോഞ്ഞേ? പോയില്ലെന്നേ ഉള്ളെന്ന്. ഇനി ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേൾക്കണം. എന്നോട് വഴക്കിന് വരരുത്. ഞാൻ എൻ്റെ കാര്യമല്ലേ ആദ്യം പറഞ്ഞേ. ഇവർ നമ്മുടെ സഭയും നമ്മുടെ കുഞ്ഞുങ്ങളാണ്. ഞാൻ ഉദാഹരണം പറയുന്നതെന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത്രയും പേരുണ്ട് ഗായക സംഘം. ഇനി ഒരു 100 അംഗ ഗായക സംഘം ഉണ്ട്. അവരെ വേണ്ട, 100 അംഗ ഗായക സംഘം വന്നിരിക്കണം. ഇവിടെ പാടാൻ വന്നു. അവർ പാടാൻ പോകുന്നത് എന്താണെന്നറിയാം? കർത്താവൂതോൻ ഗംഭീ എന്നതിലും ആയിരിക്കട്ടെ. ഇങ്ങനെ പാടിക്കൊണ്ട് നിൽക്കുമ്പം കാഹളം ധ്വനിച്ചു. കൊട്ടിക്കൊണ്ട് നിന്നവരങ്ങ് പോയി. പാടിക്കൊണ്ട് നിന്നവർ അന്നേരവും പാടിക്കൊണ്ട് നിന്നാലോ? തിരിച്ചും പാടിക്കൊണ്ടുവന്നവരങ്ങ് കൊട്ടിക്കൊണ്ടുവന്നവർ അപ്പോഴും കൊട്ടുക. ഇതൊക്കെ സംഭവിക്കും. ഇനി നമ്മുടെയല്ല, ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം, നമ്മുടെയല്ല. ജനറൽ കൺവെൻഷനിൽ വരാൻ പോവാം. നമ്മുടെ എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ അല്ല എന്നാണ് പറഞ്ഞത്. കാരണം ഞാൻ IPCയുടെ കുത്തകയൊന്നും അല്ല, എൻ്റെ ബ്ലഡിലൂടെ IPC രക്തവും അല്ല, റെക്കോർഡാലോ. എൻ്റെ ബ്ലഡിലൂടെ, എൻ്റെ രക്തം സിരകളിലൂടെ ഒഴുകുന്ന യേശു കാറുള്ളിൽ ശുദ്ധീകരിച്ച രക്തമാണ്. അതുകൊണ്ട് ഞാൻ പെന്തക്കോസിൻ്റെ പൊതുസത്ത അല്ലാതെ മക്കൾക്കും അറിയാതെ അവരെല്ലാവരും പറയും. അപ്പോൾ നമ്മുടെയല്ല, എല്ലാ സഭകളുടെയും ജനറൽ കൺവെൻഷൻ നടക്കാൻ പോവല്ലേ. ഈ ജനറൽ കൺവെൻഷൻ നടന്നുകൊണ്ടിരിക്കുമ്പം കാഹളം ധ്വനിച്ചെന്നിരിക്കട്ടെ. അന്നേരം കുറച്ച് പേരെ അവിടെ വീശിക്കൊണ്ടിരുന്നാലോ? സംഭവിക്കും. 2 പേർക്കിടക്കയിലായിരിക്കും ഒരാൾ എടുക്കപ്പെടും. ഇത് പറയാനാ പ്രവാചകരെ അയച്ചത്. ഇതാ പ്രവചന ശബ്ദം. കൈവിടപ്പെട്ടു പോകരുത്, ഓടിയതും അധ്വാനിച്ചും വൃതാവാകരുത്. നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ഇതൊന്നുമല്ല. ഞാനിവിടെ തയ്യാറായി വന്ന വേറൊരു പ്രസംഗമായിരുന്നു. ലക്ഷ്യം തെറ്റിപ്പോകരുത്. ലക്ഷ്യം അതാണ്, എൻ്റെ ആശയം അതാണ്. എൻ്റെ പ്രാണപ്രിയനെ എന്ന് കാണും. നിങ്ങൾക്കറിയാമോ, സോഷ്യൽ മീഡിയ തുറക്കാൻ പേടിയാ. 33, 34, 35, 40 പ്രായമുള്ള സുന്ദരന്മാർ UK-യിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നും കാനഡയിൽ നിന്നും ഡെഡ് ബോഡികൾ വന്നുകൊണ്ടിരിക്കുക. ഫോട്ടോ കണ്ട് ഞെട്ടുക. എന്താ സംഭവിക്കുന്നറിയില്ല. ഒരു ദിവസമെങ്കിലും ബലത്തോടായിരിക്കുന്ന കർത്താവിൻ്റെ കൃപയാണ്. ഒന്നും അഹങ്കരിക്കാനില്ല. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ചർച്ചിൽ പറഞ്ഞു, ഒരു ദിവസം സ്റ്റേജിൽ വന്ന് കയറിയെന്ന് പറയാം അല്ലേ. വടിയെന്ന് കുടിക്കുന്നൊരു ചായ പോലും ഡേഞ്ചറാ അല്ലേ. ഒരു ഗ്ലാസ് വെള്ളം മതി നമ്മുടെ
പ്രാർത്ഥിച്ചോണം. പ്രസംഗിയരെയൊക്കെ വിളിക്കും, അവരിഞ്ഞ് വന്നു പറ്റണ്ടേ. മക്കളെ ഒന്നും പ്രശംസിപ്പാനില്ല. വീടോടെടുത്തിട്ടും വീട്ടിലെത്തിയില്ലെന്ന് വരരുത്. ഒന്നീ മരണം അല്ലെ കർത്താവിൻ്റെ വരവ്. നീ അങ്ങെത്തണം. ഇവിടെ അടിച്ചു തീരാനുള്ളതല്ല ജീവിതം. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. നമുക്കെല്ലാം എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കർത്താവ് വരാറായി, കാഹളം ധരിക്കാറായി, വിശുദ്ധന്മാർ പറക്കാറായി. ഇന്ന് രാത്രിയിൽ കർത്താവെ എന്നെ കഴുകണമേ എന്ന് എത്ര പേർ പ്രാർത്ഥിക്കും? എല്ലാവരും എഴുന്നേറ്റ് നിന്നാട്ട് ഈ രാത്രി നമുക്ക് ദൈവത്തോട് പറയാം, എനിക്ക് എൻ്റെ പ്രാണപ്രിയനെ കാണണം, എനിക്ക് എൻ്റെ യേശു കർത്താവിനെ കാണണം. കർത്താവേ, അവിടുത്തെ വരവിൽ ഞാൻ കൈവിടപ്പെടരുത്. നിമിഷം എൻ്റെ കർത്താവിൻ്റെ കാഹളം ധ്വനിച്ചോ, ഞാൻ കൈവിടപ്പെട്ടു പോകരുത്. എൻ്റെ മരണം എപ്പോഴാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് നിത്യരാജ്യത്തെത്തണം. ഞാൻ ഓടിയതും അധ്വാനിച്ചതൊന്നും വൃതാവാകരുത്. എന്നെ കഴുകണമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് ദൈവത്തോട് പറഞ്ഞാട്ടെ. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ. എല്ലാവരും സ്തോത്രം പറഞ്ഞാട്ടെ.